നമ്മളെ സത്യത്തിൽ നമ്മളെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് പറയാം. എന്താ, നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല, നമുക്കൊരു സ്ഥിരത ഇല്ല ഒരു കാര്യത്തിന്. നമുക്കറിയാം എന്തേ, നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അറിയാം, അതിനെക്കുറിച്ച് കഷ്ടപ്പെടും, ഇതെല്ലാം നമുക്ക് അറിയാം. പക്ഷെ എന്താ വെച്ചാൽ എന്നെ കൊണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മൾ കുറേ സ്പീഡ് ഉണ്ടാവണമെന്നില്ല, ഉള്ളത് എന്ത് ചെയ്താൽ മതി, കറക്റ്റിൽ പോയാൽ മതി. ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ഒരു 3 കാര്യം നിങ്ങൾ പുതിയത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ദിവസം ചെയ്താൽ മതി. ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമുക്കൊരു ഇംഗ്ലീഷ് പഠിക്കണം ഒരാൾക്ക്, നിങ്ങൾ ഒരു ദിവസം ഒരു വേർഡ് പഠിച്ചാൽ മതി. ഒരു വേർഡ്, അതിൻ്റെ സ്പെല്ലിങ്, അത് എവിടൊക്കെ ഉപയോഗിക്കാം, അതിന് വ്യത്യസ്തമായ രീതിയിൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു വേർഡിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ, എല്ലാ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് 365 വേർഡുകൾ നിങ്ങൾ പഠിക്കും. 365 വേർഡുകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു ബാഗ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം അങ്ങനെ, എല്ലാ കാര്യം അങ്ങനെ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്നും അത് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ഒരു ദിവസം ചെയ്യും, ഒരു ദിവസം ചെയ്യൂല, ഒരു ദിവസം ചെയ്യും, ഒരു ദിവസം ചെയ്യൂല. ഇത് നമ്മളെല്ലാവരും ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ക്ലാസ്സിന് വരുന്ന ഇവിടുത്തെ ഒരു എനർജി പോയാൽ, ഇവിടുത്തെ വരുന്ന ഈ എനർജി പോയാൽ നമ്മൾ വീണ്ടും പഴയ എന്തിലേക്ക് തന്നെ പോകും, പഴയ സ്റ്റൈലിലേക്ക് തന്നെ പോകും. ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നം. ഇതുകൊണ്ടാണ് സത്യത്തിൽ നമ്മൾ വിജയിക്കുക. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമ്മളെ ഉള്ളിൽ സ്കില്ലില്ലാത്തതുകൊണ്ടല്ല, ഒന്നുമല്ല. പക്ഷേ നമുക്ക് ഈ സാധനമല്ല. ഞാൻ ഇതിപ്പോൾ പറയാൻ കരുതിയല്ല, ഇന്ന് പറയാനുള്ളതാണെങ്കിൽ ഇപ്പോൾ പറയാൻ കരുതി, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വന്നപ്പോൾ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമ്മളെപ്പോഴും എന്താ വെച്ചാൽ എക്സൈറ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. എന്താ വെച്ചാൽ പുതിയത് അല്ല, നമ്മൾ പതുക്കെ ചെയ്താൽ മതി, എല്ലാം പതുക്കെ ചെയ്താൽ മതി. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഉയരത്തിലെത്തും. അപ്പം നമുക്ക് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ഒരാളുടെ വിജയവും പരാജയവും ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിലാണ് അതിനെടുത്തത്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. വേറെ ഒന്നുമില്ല. ഒരേ സിറ്റുവേഷൻ, ഒരേ പ്രോബ്ലം, ഇവളും ഇവിടെ ഉണ്ട്. രണ്ടാൾക്കും ഇത് 2 രീതിയിലാണ് ബാധിക്കുക. എന്താ കാരണം? രണ്ടാളും അതിനെടുത്തത് 2 രൂപത്തിലാണ്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല്, ലൈഫ് നമ്മളെല്ലാം പഠിക്കും, നമുക്ക് എല്ലാം പഠിക്കും. പക്ഷെ നമ്മൾ സത്യത്തിൽ നമ്മളെ കുറിച്ചും പഠിക്കൂല, നമുക്ക് വേണ്ടതിനെ കുറിച്ചിട്ടും പഠിക്കൂല. വേറൊരു കുഴപ്പം നമുക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്കൊരു വാവ് ഫീൽ തോന്നിയിട്ട്, അതായത് ഒരു വാവ് ഫീൽ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ട് പിന്നാലെ നമ്മൾ പോകുമ്പോൾ അവസാനം നമുക്ക് അന്ന് ചെയ്യായിരുന്നു എന്ന് തോന്നുമ്പോഴേക്ക് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും, അവസാനത്തിൽ എത്തിയിട്ട് പിന്നെ അങ്ങനെ പോവാന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സമയമാണ്. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഒരു കാര്യത്തിന് മുന്നോട്ട് വന്ന സമയമാണ്. ഇതിനൊക്കെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നയിക്കാൻ, നമുക്ക് പല പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെ നയിക്കാൻ നമ്മളെ കൂടെ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ഒരു കോച്ചോ ഉണ്ടായിരിക്കണം. ഇത് നിർബന്ധമാണ് ഒരു ലൈഫിൽ. ബിസിനസ് ചെയ്യണവനാണെങ്കിലും പിന്നെ ഫാമിലി ലൈഫ് ആണെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ, ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തുടർന്നുകൊണ്ടേ, അല്ല നമ്മളെ എനർജി ഇങ്ങനെ ലോസ് ആവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, എന്നും വരണം. കഴിഞ്ഞ ദിവസം എന്നോട് കുട്ടികൾ പറഞ്ഞു, സാറിന്റെ ക്ലാസ് ഞാൻ കാണും. എൻ്റെ ക്ലാസ്സാണ് എനിക്ക് തന്നെ അറിയില്ല ചില സമയത്ത്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. എന്നോട് തലേ ദിവസം ചിലപ്പോൾ പറയാം, സാർ നാളെ ക്ലാസ് എടുക്കാൻ പറ്റുമോ ചോദിക്കാം. ചില ദിവസം രാവിലെ വന്നിട്ടാണ് ഞാൻ അറിയാം, സാറേ ഇന്ന് ഇങ്ങനെയുണ്ട്, ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഏത് സമയത്തും പ്രിപ്പയർഡാണ്. കാരണം എന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ, ഞാൻ എങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ എണീറ്റ് പോരും.
എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യത്തേക്ക് എത്താൻ എനിക്ക് എൻ്റെ വഴികൾ ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതെന്താ ബസ് വയ്യൊന്നും ഇതാ അവിടെ ഒരു സീറ്റ് ഇടാം മുന്നേ തന്നെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേറെ ആരും മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം, നിർബന്ധമാണ്. അപ്പോൾ എന്നും വരിക എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ ദിവസങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 100% പാർട്ടിസിപ്പേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളൊരു കോഴ്സ് എടുത്തെത്തിയിട്ട് വിജയിക്കൂല കേട്ടോ, വെറുതെ ആണ്, തമാശല്ല. ഒരു കോഴ്സ് എടുത്തു, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്തു. ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്തു, ആ കോഴ്സ് തന്നെയാണ് എന്നെല്ലാം വിജയിപ്പിക്കാൻ നമ്മൾ കരുതി. വെറുതെ ഇല്ല. അതിൽ നമുക്ക് ആവശ്യമുള്ളതുണ്ടോ? ദാറ്റ്സ് കറക്റ്റ്. അതില്ലേ, കോഴ്സ് വേസ്റ്റ്. എന്റെ പ്രശ്നം എന്താണ്, എന്റെ അസുഖം എന്താണ് എന്നറിഞ്ഞിട്ട് എനിക്ക് മരുന്ന് എഴുതിയിട്ട് കാര്യമുള്ളൂ, അല്ലെ? ആ മരുന്ന് ഞാൻ കുടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലെ? എന്റെ അസുഖം എന്താണെന്ന് അറിയാതെ, ഡയഗ്നോസ് ചെയ്യാതെ എനിക്ക് ഇഷ്ടമുള്ള കുറെ മരുന്ന്. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറെ മരുന്നൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാതെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാതെ എങ്ങനെ മരുന്ന് കുടിച്ചു. ചിലതൊക്കെ മാറും അല്ലെങ്കിൽ ചിലതൊന്നും മാറൂല. അല്ലെങ്കിൽ ഇനി മാറിയാൽ തന്നെ അത് വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് വേറൊരു അസുഖമായിട്ട് മാറും. എന്താ കാരണം ഉണ്ടായത്? നമ്മൾ കറക്റ്റായിട്ട് അതിനെ എന്ത് ചെയ്തിട്ടില്ല, ഡയഗ്നോസ് ചെയ്തില്ല. എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എവിടെയാണ് പെയിന്, എന്തിനാണ് ഞാൻ മെഡിസിൻ കഴിക്കുന്നത്, ഇതൊന്നും നമ്മൾ ആകെ നോക്കിയത് എന്താണ്, എനിക്കിപ്പോ എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ രക്ഷപ്പെടില്ല. എനിക്ക് എന്താണ് ആവശ്യം അത് പഠിക്കണം. എൻ്റെ വേദനകൾ എന്താണോ അത് പഠിക്കണം. അതിനെന്താണോ പൈസ വേണ്ടത് അത് ചെലവാക്കണം. ഓക്ക് കിട്ടി ജോലി, എനിക്കെന്താ കിട്ടാത്ത? ഓളെ കുഴപ്പമല്ല, നിങ്ങളെ മാത്രം കുഴപ്പമാണ്. ആ കോഴ്സിന്റെ കുഴപ്പമല്ല, ജോലിന്റെ കുഴപ്പമല്ല, ഒന്നുമല്ല. ആരെ കുഴപ്പമാണ്? യെസ്, ദ പ്രോബ്ലം ഓൺലി യു. ഞാൻ എന്തുകൊണ്ട് സക്സസ് ആവണില്ല? ഓൺലി പ്രോബ്ലം മീ. എന്നിലാണ് എൻ്റെ പ്രശ്നം. എൻ്റെ ഓളൊക്കെ കല്യാണം കഴിച്ചു, നോക്ക് ഭയങ്കര സുഖമാണ്, എനിക്ക് സുഖമില്ല. എന്താ പ്രോബ്ലം എവിടെയാണ്? യെസ്, നമ്മളിലാണ്. ചിലത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇത് എൻ്റെ ഹസ്ബൻഡും കൂടി കേട്ടാലേ ശരിയാവുള്ളൂ. അല്ല, നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയ ശേഷമാണ് ഹസ്ബൻഡ് കേൾക്കേണ്ടത്. അവിടെയാണ് പ്രശ്നം. ഇതെല്ലാം അങ്ങനെ. അപ്പൊ ഇത് പറയാൻ ഞാൻ കരുതിയൊന്നുമല്ല, ഞാനൊരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞാണ്. എനിക്കങ്ങനെ ഞങ്ങളോട് എപ്പോഴും പറയുന്നത്, എനിക്ക് സിലബസും സാധനമൊന്നുമല്ല. എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ബാക്കിയൊക്കെ ഞാൻ പറയല് സാഹചര്യത്തിനനുസരിച്ചാണ്. എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെന്റ് നിങ്ങളോടാണ്. കാരണം നിങ്ങൾ വിജയിക്കണം. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് വിജയിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണ്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്യാനും തയ്യാറുള്ള ഒരാളാണ്. ഇതാണ് സത്യം. പൈസ വന്നോളൂ, കുഴപ്പമില്ല. ഇതാണ് എൻ്റെ സിസ്റ്റം. എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്, എല്ലാരും ഞാൻ പറയില്ല, കുറച്ചാളുകളുണ്ട്. അവർക്ക് നിങ്ങൾ 10 ആളെ ഇവിടെ വന്നുള്ള എഴുതിക്കോളി. ഞാൻ പറയാം 10 ആളുള്ളൂ, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കൂല. ഞാൻ പറയാം 10 ആൾക്ക് ക്ലാസ് എടുക്കും. ആ 10 ആൾക്ക് കിട്ടി, ബാക്കി വരാത്ത ആൾക്കാർക്ക് പോയി. നാളെ നിങ്ങൾ എന്നോട് പറയണേ, സാറേ ഇന്നലത്തെ ക്ലാസ് ഒന്നും എടുത്തരോ? എനിക്കറിയില്ല. ഞാൻ ആ 10 ആൾക്കാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഇന്ന് ഈ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ക്ലാസ് എടുത്തത്. നാളെ വരുന്ന ആൾക്കാർ ആരാണോ ഒരിക്കൽ വേറെ ക്ലാസ്സാണ് എടുക്കണേ. ഇതാണ് സത്യം. ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് അതിലുണ്ടാവും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധനം അതിലുണ്ടാവും. ഞാൻ നിങ്ങൾ ആരും കാര്യം പഠിച്ചിട്ടല്ല നിങ്ങളോട് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടാവും. ചില കാര്യങ്ങൾക്ക് തോന്നും ഞാൻ പറയുമ്പോൾ അത് ഇയാൾ എങ്ങനെ ഇത് അറിഞ്ഞത്, എന്നെയാണല്ലോ പറയണത് നിങ്ങൾക്ക് തോന്നും. എനിക്കറിയില്ല സംഭവം, പക്ഷെ അത് തോന്നുന്നത് ആ കുഴപ്പം നിങ്ങളെ ഉള്ളിൽ ശരിയാക്കാൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കത് തോന്നുന്നത്. നിങ്ങൾക്കുള്ളതാണ്, അല്ല നിങ്ങളെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് പറയുന്നൊന്നുമല്ല. പിന്നും ഞാൻ ഇത് പറയാൻ വന്നതല്ല.
ഞാൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള അത്ഭുതങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നേരം വന്നാളാണ്. ഇത് മനസ്സിലാക്കണേ നമ്മൾ ഫൗണ്ടേഷൻ റെഡി ആവണം. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ ഫൗണ്ടേഷൻ റെഡി ആവണം, എന്നാലേ നമുക്ക് മേലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പറഞ്ഞു തന്നു, നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് എത്താൻ പറ്റുക, ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നു, ഇതൊക്കെ തന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു പരിധി എത്തുമ്പോൾ നമ്മളെ ഉള്ളിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് സ്കിൽസ്. പറഞ്ഞില്ലേ? ആ സ്കിൽസ് എന്താണെന്നാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കരുതും അത് ഭയങ്കര സ്കില്ലാണ്, ഇത് ഭയങ്കര സ്കില്ലാണ്, പാട്ട് പാടാനുള്ളതാണ് സ്കില്ല്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ളതാണ് സ്കില്ല്. അല്ല, എല്ലാം സ്കില്ലാണ്. എന്താണ് സ്കില്ല്? ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലും ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ടാണ്. എന്ത് ലക്ഷ്യം? ക്രോസ് ചെയ്യണം. എങ്ങനെ? അപകടത്തിൽ പെടാതെ, എൻ്റെ ജീവന് പ്രശ്നമില്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് ആ സ്കില്ല് നമ്മളിൽ എന്തുണ്ടായത്? ഡെവലപ്പായത്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ നമ്മളുടെ അസുഖത്തിനല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് വെറുതെ ഡെവലപ്പാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഞാനൊരു സ്കില്ല് ഡെവലപ്പാക്കി, ആർക്കും ആവശ്യമില്ല, എനിക്കും ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ല, എന്താ കാര്യമുള്ളത്? എൻ്റെ സമയം വേസ്റ്റാണ്, എൻ്റെ പണവും വേസ്റ്റാണ്, എൻ്റെ എഫേർട്ട് വേസ്റ്റാണ്. എനിക്ക് സാറേ എൻ്റെ മൂക്കിന് വേദന ഉണ്ട്, ഡോക്ടർ ഇരിക്കുകയാണ്, ഡോക്ടർ പറയാണ് എന്താ, ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാണ്, സാർ എനിക്ക് പനിയാണ്. അപ്പോൾ ഡോക്ടർ പറയാം, ആഹാ പനിയാണല്ലേ, ശരി, പനിക്ക് പല മരുന്നുമില്ല സാറേ? ആ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഇത് പാരസെറ്റമോൾ, ഇത് ഡോളോ, ഇത് കാൽപോൾ, ഇത് മെഫ്താൽപോട്ട്, ഇത് എന്നതാണ്, പിന്നെ ഇത് കുടിക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതാണ്. ഈ പാരസെറ്റമോൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ആവും, മറ്റേത് കുടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇതുണ്ടാവും. ഇതിന് ഇത്ര രൂപയാണ്, ഇതിന് ഇത്ര രൂപയാണ്, ഇതിന് ഇത്ര രൂപയാണ്, ഇതിന് ഇത്ര രൂപയാണ്, ഇതൊക്കെ ഏതാ വേണ്ടത്? ഏതിനും ഡോക്ടർമാർ ചോദിക്കോ? നമ്മളത് ചോദിച്ചാൽ ഡോക്ടറെ അടുത്ത് പിന്നെ പോവോ? ഇല്ല. ഡോക്ടർ എന്താ ചെയ്യുക? ഡോക്ടർ നിങ്ങൾ പനിയാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് എവിടെയാണ് പനി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മൂക്കിന് വേദന ഉണ്ടോ, തൊണ്ടവേദന ഉണ്ടോ, ശ്വാസം മുട്ടുന്നുണ്ടോ, മുന്നുണ്ടായിരുന്നോ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയും, ഓക്കെ ഞാനൊരു മരുന്ന് എഴുതി തരാം, ഇതൊരു 3 ദിവസം കഴിക്കണം, എന്നിട്ട് വിവരം പറയണം. അല്ലേ? കറക്റ്റ് അല്ലേ? എന്നിട്ടോ മെഡിസിൻ എഴുതിയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കൊടുത്തപ്പോൾ മെഡിക്കൽ ഷോപ്പുകാരൻ പറയുകയാണേ, അതേ നിങ്ങൾക്ക് ഈ മരുന്നിൻ്റെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ കമ്പനി ഇതല്ല. നമ്മളെന്താ പറയാ? അത് വേണ്ട. എന്താ കാരണം? വി ആർ ട്രസ്റ്റഡ് ദ ഡോക്ടർ. ആ ഡോക്ടർ എനിക്ക് ആവശ്യമുള്ളതാണ് എഴുതിയത്, നിങ്ങൾക്കത് മാറ്റാനുള്ള അവകാശം ഇല്ല. ആ മരുന്ന് കുടിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇത് കഴിച്ചാൽ ഇതിന്റെ അസുഖം എന്ത് ചെയ്യണം? മാറണം. ഇതേപോലെയാണ് ഒരു കോഴ്സിന്റെ അവസ്ഥ. ഇതാണ്. നമ്മൾ ആൾക്കാരെന്താ ചിന്തിക്കാച്ചാല്, ഒരാൾ വന്നിട്ട് പറയണേ, എനിക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മതി, എനിക്ക് കമ്പ്യൂട്ടർ ടീച്ചർ മതി, എനിക്ക് ഇന്നത് മതി. എന്തുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുക്കുന്നത്? ആ ആൾക്ക് അറിയില്ല. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു തലക്കുന്നുണ്ട് തുടങ്ങും. എത്രയാണ് ഫീസ്? നിങ്ങളെ ഫീസ് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ എനിക്കറിയാം. ആർക്ക്? എനിക്കറിയാം. ഒരു കാര്യമില്ല. ഞാൻ ഇനി അങ്ങനത്തെ കോഴ്സ് എടുക്കണ്ട പറഞ്ഞിട്ടാണ്. നിങ്ങൾ അങ്ങനെ എന്നിട്ട് എന്ത് കാര്യമുള്ളത്? വൈ? ഞാൻ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കണം? അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നിങ്ങൾക്കാണ്. എനിക്കൊരു വേദനയുണ്ട്, ആ വേദനക്കുള്ള സൊല്യൂഷൻ അതിലുണ്ടോ? ഉണ്ട്. അതിന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ആരാണുള്ളത്? അയാളോട് അത് ചോദിക്കണം. ആ ചോദിച്ചിട്ട് അയാൾ പറയുന്ന അഡ്വൈസ് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അതനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യും? സക്സസ്സിലെത്തും. എല്ലാത്തിൻ്റെ അവസ്ഥ.
നമുക്ക് ഈ ഭക്ഷണം നമ്മൾ പറയുകയാണെ വയറ് ഫുള്ളായി നിൽക്കുകയാണെ, ബിരിയാണി ഒക്കെ വെച്ച് ഭയങ്കര ഫുള്ള് ദമ്മായിക്കണേ. എന്നിട്ട് ആരോ പറയണത് കേട്ടു അവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാ, ആണോ നമുക്കതൊന്ന് ഇപ്പൊ കഴിച്ചാലോ? ഓക്കെ, പോയി കഴിച്ചിട്ട് പറയും ഈ പറഞ്ഞ ടേസ്റ്റ് ഒന്നും അതില്ല. എന്താ കാരണം? ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഒരാവശ്യത്തിനില്ല. പിന്നെ എങ്ങനെ ടേസ്റ്റ് അറിയാം? ഒരാവശ്യത്തിനില്ല. അതായത് ആ വയറിന് അങ്ങനത്തെ ഒരു ബിരിയാണീന്റെ ആവശ്യം പിന്നെ ഇല്ല. അപ്പൊ എന്താ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക? ടേസ്റ്റാണ്. അപ്പൊ പറയേ ആ ബിരിയാണിക്ക് പറഞ്ഞ വെറുതെ പറയാം. ചിലത് പറയും ഇന്നാളെ ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്, ഇപ്പൊ കഴിച്ചപ്പോ ടേസ്റ്റ് അല്ല. ആ ബിരിയാണി അന്നും ആ റെസിപ്പി ഒന്നാണ്, ഉണ്ടാക്കുന്നത് എല്ലാം ഒന്നാണ്. പക്ഷെ എന്താണ്, നമ്മളുടെ സാഹചര്യം എന്ത് ചെയ്തു? മാറി. നമുക്കപ്പൊ അതിൻ്റെ ഒരു ആവശ്യമില്ല, വെറുതെ കയറിയപ്പോ കഴിച്ചതാണ്. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കലാണ് ഒരു മനുഷ്യന്റെ മുന്നോട്ട് പോകാനുള്ള ക്ലാരിറ്റി. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ നമുക്ക് ഒരുപാട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കൽ സ്കില്ലാണ്. ഇത് മനസ്സിലാക്കല് സ്കില്ലാണ്. ബസ്സിൽ എങ്ങനെ കയറണം അത് പഠിക്കൽ ലൈഫ് സ്കില്ലാണ്. റോഡിന്റെ ഏത് വശത്തിലൂടെ നടന്നു പോകണം അത് പഠിക്കല് ലൈഫ് സ്കില്ലാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കല് അത് സ്കില്ലാണ്. നന്നായി സംസാരിക്കാൻ പഠിക്കല് സ്കില്ലാണ്. ഇതെല്ലാം സ്കില്ലാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ അത് സ്കില്ലാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കൽ അത് സ്കില്ലാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കണ്ട സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാം അത് സ്കില്ലാണ്. പുതിയതായിട്ടൊരു കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് സ്കില്ലാണ്. എവറിത്തിങ് ഈസ് സ്കിൽ. ഇതാരാ തന്നത്? ദൈവം. എങ്ങനെ തന്ന്? ഫ്രീ. അതുകൊണ്ടാണ് വില ഇല്ലാത്ത. ഫ്രീ തന്ന സാധനത്തിന് ഒരു വില ഉണ്ടാവില്ല. വെറുതെ കിട്ടിയ ഒരു സാധനത്തിനും വില ഉണ്ടാവില്ല. നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ പണത്തിനാണല്ലോ ഏറ്റവും വില കൊടുക്കണേ, എത്ര പണം നിങ്ങൾ മുടക്കാൻ തയ്യാറുണ്ടോ അതനുസരിച്ച് നിങ്ങളെ വാല്യൂ നിങ്ങളതിന് കൊടുക്കും. അതിനനുസരിച്ച് നിങ്ങളെ കമ്മിറ്റ്മെന്റ് കൂടും. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ വാപ്പ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ ഉമ്മ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളതിന് എത്ര പണവും സമയവും നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ അതനുസരിച്ച് നിങ്ങളതിന് വാല്യൂ കൊടുക്കും. അതാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന റിസൾട്ട്. അതാണ് റിസൾട്ട്. അത് മാത്രമാണ് റിസൾട്ട്. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ആർക്കും എന്ത് ചെയ്യില്ല. എന്താ മനസ്സിലാവാത്ത? നിങ്ങളെ കുറ്റമല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ തോന്നും, അത് ശരിയാണ് സാർ, ഇവിടെ നിന്ന് പോയി ഞങ്ങൾ പഴയ അവസ്ഥയ്ക്ക് തന്നെയാണ് വീണ്ടും പോണത്. പിന്നെ എങ്ങനെ ചെയ്യാം? നമ്മൾ കുളിച്ചൊക്കെ ഫുള്ള് സെറ്റായി വീണ്ടും ചാടാനുള്ള ചാണക കുഴിക്കാണ്. പിന്നെന്താ? പിന്നെ സ്മെല്ലടിക്കൂലേ? അടിക്കും. ഇതാണ് സത്യം. ആ സാഹചര്യത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ആ സാഹചര്യത്തിനെ പോലും മറികടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അതെന്ത് ചെയ്യണം? നമ്മൾ അതിന് പങ്കെടുക്കണം. അപ്പോഴേ ആ സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കണ്ടേ താൽക്കാലികമായിട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എന്നേക്കുമായി നമ്മളെ ലൈഫിൽ കിട്ടാൻ പോകുന്ന സാധനമാണെങ്കിൽ അതിന് നമ്മൾ എന്തും പേ ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്നും രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഇന്ന് നമുക്കൊരു ഒരു കാര്യം ചെയ്തെടുക്കാനുണ്ട് എന്നുള്ള നമ്മളുടെ മനസ്സ് നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടത്, എന്നും രാവിലെ എണീക്കാൻ ഭയങ്കര എനർജി ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെങ്കിലോ ഒരു എനർജി ഉണ്ടാവും. നമ്മുടെ പ്രത്യേകത എന്താ പറയുക? നമ്മള് ശരിക്കും എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ശരിക്കും നിങ്ങൾ സൂര്യനെ കണ്ടില്ലേ? നമ്മള് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കറക്റ്റല്ലേ? എന്താ സൂര്യന്റെ പ്രത്യേകത? ഇത് നമ്മളുടെ ജനനമാണ്, അതായത് ബർത്താണ്.
ഇത് നമ്മളുടെ ഡെത്താണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം. ഇത് സൂര്യന്റെ എന്താണ്? സൺ റൈസ് ആണ്. ഇത് സൺസെറ്റാണ്. ഇതിന്റെ ഇടയിൽ സൂര്യനാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഒരു യാത്ര ഉണ്ട്. ഉണ്ടോ ഇല്ലേ? ഒരു യാത്ര ഉണ്ട്, നിർബന്ധമായ ഒരു യാത്ര ഉണ്ട്. എന്തായാലും നിർബന്ധമുള്ള ഒരു യാത്ര ഉണ്ട്. ആ നിർബന്ധമുള്ള യാത്രയാണ് നമ്മുടെ കംപ്ലീറ്റ് വാല്യൂ. സൂര്യൻ ഉദിക്കുമ്പോൾ അതിഗംഭീരമായിട്ട് ഉദിക്കുന്നു. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവർക്കും പ്രകാശം നൽകിക്കൊണ്ട്, എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് നമ്മൾ ജനിക്കുന്നു. ആണോ അല്ലേ? എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. എന്നിട്ടോ നമ്മൾ സഞ്ചരിച്ച വഴികൾ അതിഗംഭീരമാണെങ്കിൽ, മറ്റുള്ളവരുടെ ഉള്ളിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ, മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാത്രയാണ് നമ്മൾ നടത്തിയതെങ്കിൽ, മറ്റുള്ളവർ ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ നല്ല ഓർമ്മകളുമായിട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തിയതെങ്കിൽ, നാളെ നമ്മൾ ഇല്ലാതാകുമ്പോൾ നമ്മളെ കുറിച്ച് പറയാൻ 100 വാക്കുകൾ ഉണ്ടായിരിക്കും. നല്ല വാക്കുകളുണ്ടായി. നമ്മളെ കുറിച്ച് പറയാൻ 100 വാക്കുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പല പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തിട്ടുണ്ടായിരിക്കും. സൂര്യനും അതുപോലെ തന്നെയാണ്. ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാൽ, കിഴക്ക് ഉദിക്കാതിരുന്നാൽ ആളുകൾ പറയും കുറച്ച് കഴിയുമ്പോൾ, ആ സൂര്യൻ വന്നിരുന്നെങ്കിൽ, ആ സൂര്യൻ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് പ്രകാശം ഉണ്ടായിരുന്നത്, എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. മനുഷ്യൻ മാത്രമല്ല, ചെടികൾ പറയും, എല്ലാ ജന്തു ജീവജാലങ്ങളും പറയില്ലേ? യെസ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എനർജി സ്രോതസ്. എനർജി ഉണ്ടാക്കും. ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഈ പവർ ഉണ്ട്. ഈ പവർ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ അത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുക. അപ്പോഴുണ്ടാവുക. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കാണാൻ ഭംഗിയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളാണെങ്കിൽ അത് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ഇല്ലേ? യെസ്. നിങ്ങൾ ഇവിടെ കന്യാകുമാരിയൊക്കെ പോയാൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്. എന്നാൽ ചില ദിവസം അത് കാണാൻ പറ്റില്ല. എന്താ കാരണം? മഴക്കാറുണ്ടെങ്കിൽ കാണാൻ സാധിക്കില്ല, കാലാവസ്ഥ മോശമാണെങ്കിൽ കാണാൻ സാധിക്കില്ല. എത്രയോ ആഗ്രഹത്തോട് കൂടിയിട്ട് ചെന്ന സംഭവം കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു സങ്കടമുണ്ട് ആളുകൾക്ക്. അത് കാണാൻ പറ്റാത്തതിലൊരു സങ്കടമുണ്ട്. ഉണ്ടോ ഇല്ലേ? യെസ്. ഇതേപോലെയാണ് നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. പക്ഷേ ഉള്ളിലൊരു സന്തോഷം വെച്ചിട്ടുള്ള സങ്കടമാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ എന്നേക്കുമായിട്ട് ഓർമ്മിക്കപ്പെടും. എന്നും നമുക്ക് വാല്യൂ ഉണ്ടാവും. നമ്മൾ കാണിച്ച മാതൃക ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു മാതൃക ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആളുകൾ ചിന്തിക്കുമ്പോൾ ഓൻ പോയതുകൊണ്ട് സ്വസ്ഥതായി, ഓൻ്റെ പ്രശ്നം തീർക്കാൻ നടക്കണ്ടായിരുന്നു. ഇതൊരു സത്യമാണ്, ഒരു സത്യമാണ്. ആ യാത്ര ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ സൂര്യനെ പോലെ. സൂര്യൻ എന്താ പ്രത്യേകത? സൂര്യൻ ഉദിച്ചു എന്നും ഫുൾ പ്രകാശം ഉണ്ടോ? ഇല്ല. മഴക്കാറ് മൂടുന്ന സമയത്ത് സൂര്യനെ മറക്കുന്നു. എന്നാൽ പോലും മഴക്കാറിന്റെ സമയം കഴിയുമ്പോൾ സൂര്യൻ വീണ്ടും പ്രകാശിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെയാണ് നമുക്ക് പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, എല്ലാ പ്രയാസം വരും. അങ്ങനെ വരുന്ന സമയത്ത് മഴക്കാറ് മൂടിയ സൂര്യനെ പോലെ തന്നെ നമ്മൾ മറയുമ്പോൾ നമ്മളുടെ പ്രകാശം മറയും കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. ഇനി ഒരു ദിവസമാണ് അങ്ങനെ ഉണ്ടായതെങ്കിൽ അടുത്ത ദിവസം മോർ പവർഫുൾ ആയിട്ടാണ് സൂര്യൻ വീണ്ടും ഉദിച്ചുയരുന്നത്. അതേപോലെ ഉദിച്ചുയരാൻ നമുക്ക് പറ്റണം. അത് പറ്റിയാലേ നമ്മളെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കുറെ സംഭവം കാണിച്ചു, കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ച് ഇങ്ങനെ പോയി ഒന്നും ബാക്കി വെക്കാനേ. മരിക്കുന്നതിൽ ഉറപ്പില്ലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടോ? അല്ല. ചിരഞ്ജീവിയാവുന്ന ആർക്കെങ്കിലും അല്ല. മരിക്കുന്ന ഉറപ്പാ. എന്താ കാരണം? ജനിച്ചാൽ പിന്നെ മരിക്കും, ഉറപ്പാ, ഒരു സംശയമില്ല. അപ്പൊ ഇതിന്റെ ഏറ്റവും നല്ല സമയം എപ്പോഴാ? ഏറ്റവും നല്ല സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശം കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രകാശം സൂര്യൻ തരുന്നത് അത് അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്ന സമയത്താണ്.
ഏറ്റവും കൂടുതൽ പ്രകാശം തരും. അതേപോലെയുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതേപോലെ ഉദിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ പലതും വരും കേട്ടോ. മഴക്കാറ് വരുന്ന പോലെ നമ്മൾ പെട്ടെന്ന് കാണാൻ നമ്മൾ കാലാവസ്ഥ ചേഞ്ച് ആവും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. അൺഎക്സ്പെക്റ്റഡ് ആണ്. അതേപോലെയാണ് നമ്മളിലേക്ക് പ്രശ്നങ്ങൾ വരിക. പെട്ടെന്ന് വരും. അത് പല രൂപത്തിൽ വരും. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ കാറ് പോകുന്നത് വരെ നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് അത് പോയി കഴിഞ്ഞാൽ ഇനിയും ഞാൻ പ്രകാശിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നേറുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൂപ്പറായി കരയുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആർക്കും വേണ്ടിയില്ല. ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻസൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന് എന്ന് മുതൽ പഠിക്കൽ തുടങ്ങണം ചോദിച്ചാൽ ഏതുവരെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഭൂമിക്ക് ജനിച്ച അന്ന് മുതൽ പഠനം തുടങ്ങി. ഇനി ഏതുവരെ പഠിക്കണം? അയാൾ മരണം വരെ, മണ്ണിലേക്ക് മറയുന്നത് വരെ പഠിക്കണം, നിർബന്ധം. എന്താ ജനിച്ച അന്ന് മുതൽ പഠനം തുടങ്ങിയത്? നമ്മൾ ഉമ്മാന്റെ അമ്മിഞ്ഞ കുടിക്കാൻ പഠനം തുടങ്ങി, കരയാൻ പഠിച്ചു, അവിടെ മുതൽ ചിരിക്കാൻ പഠിച്ചു, അവിടെ മുതൽ എല്ലാം എവറിത്തിങ് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് മാത്രമൊന്നുമല്ല പഠനം. അത് മാത്രമൊന്നുമല്ല പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി നമുക്ക് അല്ലാതെ പഠിക്കാനുണ്ട്. അതാണ് ഏറ്റവും മികച്ച പഠനം. പുസ്തകത്താളുകളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല പഠനം എന്ന് പറയും. അന്ന് മുതൽ പഠിക്കുക. ഇനി എന്ന് വരെ പഠിക്കണം? മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കണം. അതിന് ഇപ്പോ നമ്മൾ ഈ തിളങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പോഴേ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അവളുള്ളത് കൊണ്ട് എപ്പോഴാണ് നമ്മളെ വാല്യൂ മനസ്സിലാവുന്നത്? ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മൾ ഇല്ലാതാവുമ്പോൾ, സൂര്യൻ ഇല്ലാതെയാകുമ്പോഴാണ് അവർക്ക് എന്ത് മനസ്സിലാവുന്നത്? നമുക്ക് എന്ത് മനസ്സിലാണ്? സൂര്യന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അതേപോലെയാണ് നമ്മൾ ഇല്ലാതെയാകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണമെങ്കിൽ, ഏറ്റവും കൂടുതൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നേടിയിരിക്കണം. ഇത് നേടാൻ വേണ്ടി നമ്മളുടെ ദൈവം നമുക്ക് തന്ന സാധനത്തിന്റെ പേരാണ് സ്കിൽസ്. വേറെ ഒന്നുമില്ല. എന്താ കാരണം? കറുത്ത വർഗക്കാരനായ നീഗ്രോ ആയി ജനിച്ച ഒരാൾക്കും വെളുത്ത വർഗക്കാരനായി ജനിച്ച സായിപ്പായി ജനിച്ചവനും എല്ലാം ദൈവം കൊടുത്തത് ഏറ്റവും കൂടുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് താൻ ജനിപ്പിച്ച ഭൂമിയിൽ, തൻ്റെ മോസ്റ്റ് അബാൻഡൻ്റ് ആയിട്ടുള്ള ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അനുഭവിക്കാനും എല്ലാം നേടിയെടുക്കാനും വേണ്ടിയിട്ട് അവന് കൊടുത്ത സാധനത്തിൻ്റെ പേരാണ് സ്കിൽസ്. നോ കോസ്റ്റ് ആൻഡ് ലോ കോസ്റ്റ് അസറ്റ്. അതിന് കൊടുത്ത സമ്പത്താണത്. നിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരാൾ പറയും, എൻ്റെ അടുത്ത് ഒന്നുമില്ല സാർ. ഉണ്ടേ, നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ നിന്റെ ദൈവം തന്ന നോ കോസ്റ്റ്, ഒരു പൈസ കൊടുക്കാതെ നിനക്ക് തന്ന അസറ്റ്, നിന്റെ സ്വത്ത്, അതാണ് സ്കിൽസ്. അതാണ് നിങ്ങൾക്കുള്ളിലുള്ള സ്കിൽസ്. അതാണ് നമുക്കുള്ളിലുള്ള സ്കിൽ. അതിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മെൻറ്റർ നമുക്ക് വേണം. നമ്മളെ തിരിച്ചറിയിപ്പിച്ചു തരാൻ, കൈപ്പിടിച്ചുയർത്താൻ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരാളെ മെൻറ്റർ കീഴിലായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോഴേ ആവും. ആ സ്കിൽസ് എന്താണ്? നമ്മൾ പലതിനെയും നിസാരമാക്കി കളഞ്ഞ ആൾക്കാരാണ്. നമുക്കെല്ലാം നിസാരമാക്കി. എന്തുകൊണ്ട് നമ്മൾ നിസാരമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തില്ല? അതിന് പൈസയും കൊടുത്തിട്ടില്ല, സമയം കൊടുത്തിട്ടില്ല. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു? നിസാരവൽക്കരിച്ചു. ആ നിസാരവൽക്കരിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ
സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും പടുകുഴികളിലേക്ക് നമ്മൾ പോകേണ്ടി വന്നു. ഇതാണ് മനുഷ്യന്റെ ഒരു ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവസ്ഥ. പെണ്ണാണ് എന്ന് കരുതിയിട്ട് സ്കില്ല് കുറച്ച് തന്നു, ആണാണ് കരുതി കുറച്ച്, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് എന്താണോ ഈ നിങ്ങളെ സൃഷ്ടിച്ച, ഇവളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം ഇവൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഉണ്ടാവുക. അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലോളം ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചുള്ള ഒരു വ്യത്യാസം വരുത്താതെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്യല് ആര് ഉത്തരവാദിത്താണ്? റീ അവൈക്കൺ ചെയ്യൽ ആര് ഉത്തരവാദിത്താണ്? നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. എൻ്റെ വാപ്പാന്റെ ഉത്തരവാദിത്തമല്ല, ഉമ്മാന്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ ടീച്ചറുടെ ഉത്തരവാദിത്തമല്ല, എൻ്റെ സുഹൃത്തിന്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ മദറിലോന്റെ ഉത്തരവാദിത്തമല്ല, ഫാദറിലോന്റെ ഉത്തരവാദിത്തമല്ല. ഇതൊന്നുമല്ല. ആരുടെ ഉത്തരവാദിത്തമാണ്? ഇന്റെ മാത്രം ഉത്തരവാദിത്തം, ഇന്റെ മാത്രം. അപ്പൊ എന്താ പറയുക, തെറിച്ചു പോകുമെന്ന് തോന്നുന്ന പല സാധനങ്ങളും നമ്മളിലേക്ക് അടുത്ത് വരുന്നതാണ്. കാരണം എന്താ, നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായി, നമുക്ക് പരിഗണന ഉണ്ടായി, നമുക്ക് വാല്യൂ ഉണ്ടായി. വാല്യൂ എങ്ങനെ വാല്യൂ സൃഷ്ടിച്ചത്? വി ആർ ഡെവലപ്ഡ് അവർ സ്കിൽസ്, ഓൺലി സ്കിൽസ്. വേറെ ഒന്നുമില്ല, വേറൊരു സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ പറയാണ് എൻ്റെ അടുത്ത് ഒന്നുമില്ല സാർ, ഇനി എൻ്റെ അടുത്ത് ഒന്നുമില്ലപ്പാ, എൻ്റെ എല്ലാം വിറ്റുപോയി, എൻ്റെ കമ്മല് വിറ്റു, എൻ്റെ സ്വർണം വിറ്റു, ഇനി എനിക്കൊന്നുമില്ല, ഒരു അസറ്റും ഇല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോഴും കോടീശ്വരന്മാരാണ്. കാരണം എന്താ? നിങ്ങളുടെ ദൈവം നിങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ ജന്മനാ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സ്കിൽസിനെ നിങ്ങൾ എന്നാണോ ഉണർത്തിയെടുക്കുന്നത്, റീ അവൈക്കൺ ചെയ്യുന്നത്, അന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങും. ആ സ്കിൽസ് നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് അത് തന്നുകൊണ്ടേയിരിക്കും. എന്ന് വരെ, നിങ്ങളുടെ എൻഡ് വരെ. അത് ചെയ്യണമെങ്കിൽ കിട്ടാത്തതിനെ കുറിച്ചിട്ട് സങ്കടപ്പെടുന്നതിലേറെ എത്രയോ വലുത് നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിസാരമാണെന്ന് കരുതി കളഞ്ഞ ഒരുപാട് സ്കില്ലുകളുണ്ട്. ആയിരക്കണക്കിന് സ്കില്ലുകളാണ് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ കരുതി, അതിനൊന്നും സ്കില്ലായിട്ട് കൂട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ നിങ്ങളോട് ഇന്ന് പറയുന്നത് വെച്ചാൽ കുറച്ച് സ്കില്ലുകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ ആ സ്കില്ലുകൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഫൗണ്ടേഷൻ. സ്കില്ലുകളുടെ ഫൗണ്ടേഷൻ ആണ്. ആ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിന്റെ മേലേക്കുള്ള ഒരു സ്കില്ലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ആ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മേലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, പുതിയത് ഉണ്ടാക്കാനുള്ള സ്കില്ല് ഇല്ല. ദാറ്റ്സ് ഇംപോസിബിൾ. ഒരിക്കലും ഒരു മനുഷ്യന് പുതിയതായിട്ട് ഒരു സ്കില്ലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓൾറെഡി ഉള്ള സ്കില്ലുകളെ ഉണർത്തിയെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അയാളുടെ ഉള്ളിലുള്ള ഒരു സ്കില്ലുകളെയും എടുത്ത് പുറത്തേക്ക് കളയാനും പറ്റില്ല. അതുകൊണ്ട് ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുള്ള സ്കില്ലുകളെ നമുക്ക് ഉണർത്തിയെടുക്കാം, റീ അവൈക്കൺ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ റീ അവൈക്കൺ ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ, നമ്മളുടെ മുകളിൽ, ആ സ്കില്ലുകളുടെ മുകളിൽ വന്നു കൂടിയ ചളി നീക്കലാണ് നമ്മളുടെ പണി. ദാറ്റ് ഈസ് ഒപ്റ്റിമൈസേഷൻ. ആഴത്തിൽ കുഴിക്കണം. കിണർ എങ്ങനെ കുഴിക്കാം? നീളത്തിലാണോ? അല്ല. നീളത്തിൽ ഇങ്ങനെ കുഴിച്ചു നമ്മൾ പറയണേ, ഒരു ചില സ്ഥലങ്ങളിൽ കുറച്ച് ആഴം വരെ മാത്രം കുഴിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെള്ളം കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കുഴിക്കണം? ഇവിടെ 2 മീറ്ററിൽ വെള്ളം കിട്ടും. അപ്പൊ ഒരാൾ പറയണം, ഓക്കെ ശരി, അപ്പം മുതൽ നിങ്ങൾ കുഴിക്കൽ തുടങ്ങാണ്. കിണർ ഇങ്ങനെ കുഴിച്ച് 2 മീറ്റർ വെള്ളം കിട്ടുമോ? ഇല്ല. എങ്ങോട്ടേക്ക് കുഴിക്കണം? താഴേക്ക് കുഴിക്കണം. ഇങ്ങനെ താഴേക്ക് കുഴിക്കുന്നതിനാണ് പറയുന്ന പേരാണ് ഒപ്റ്റിമൈസേഷൻ. അങ്ങനെ നിങ്ങളെ ഉള്ളിലുള്ള സ്കില്ലുകളെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കണം. അത് കുറെ മുന്നേ എനിക്ക് ഉണ്ടായിരുന്നു. യെസ്. എപ്പോഴുണ്ടായിരുന്നേ? നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഏറ്റവും തിളക്കമുള്ള സ്കില്ലുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ സ്കില്ലുകളിൽ നിന്നാണ് മറ്റുള്ള എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ആയിട്ടുണ്ടാവുക. ആർക്കാണെങ്കിൽ ഈച്ച് ആൻഡ് എവറിബഡി. അതില്ലാതെ ഒരു സ്കില്ലും ഉണ്ടാവില്ല. കാരണം പ്രതിഭാശാലികളായ ആളുകൾക്ക് പോലും ദൈവം കൊടുത്തത് അവരുടെ ഈ സ്കില്ലുകളെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതൽ പരിപാലിച്ചത് എന്നാണ് പറയുന്നത്.
അത് സർ ഐസക് ന്യൂട്ടൺ ആയാലും ഗാന്ധിജി ആയാലും അതുപോലെ തന്നെ അബ്ദുൽ കലാം ആയാലും അതേപോലെ എല്ലാവരും സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും ആരൊക്കെയുണ്ടോ കോഫി അന്നാൻ ആയാലും ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾ നോക്കി, ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഭംഗിയില്ല. നിങ്ങൾ ചിന്തിച്ചോ. ആരും എക്സൈറ്റഡ് പീപ്പിൾസ് അല്ല. നിങ്ങൾ നോക്കി, നമ്മൾ കരുതിയ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് അവരൊന്നും കാണാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു രൂപം അവർക്കില്ല. ഉണ്ടോ? ഇല്ല. അവരാകെ ചെയ്തത് അവരുടെ ബേസിക് സ്കില്ലായിട്ടുള്ള, അവരുടെ ദൈവം കൊടുത്ത ബേസിക് സ്കില്ലായിട്ടുള്ള ആ സ്കില്ലുകളിൽ ഏറ്റവും അവർ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അവർ ഏറ്റവും കൂടുതൽ പരിപാലിച്ചതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തതും അതായിരുന്നു. അത് കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവർക്ക് അടുത്ത സ്കില്ലുകൾ എന്ത് ചെയ്തു? ഡെവലപ്ഡായി. ആ 7 സ്കില്ലുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി. 7 സ്കില്ലുകൾ, ഓൺലി 7 സ്കിൽസ്. 7 സ്കില്ലുകൾ. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? ഇതാണ് ഐഡന്റിഫൈ ആള്. എൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നോ? എത്രത്തോളം ഉണ്ടായിരുന്നു? ഇപ്പോഴത് ഉണ്ടോ? ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഞങ്ങളോട് എപ്പോഴും പറയല്ലേ, നമ്മളെ എപ്പോഴും ചോദ്യം മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരം ഇടക്കിടക്ക് ആരോട് ചോദിക്കണം? ഇടക്കിടക്കല്ല, ഏറ്റവും കൂടുതൽ ചോദ്യം നമ്മളോടാണ് ചോദിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദ്യം നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത് നമ്മളോട് തന്നെയാണ്, പക്ഷെ നമുക്കറിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നെ കാണാൻ ഭംഗിയുണ്ടോ? ആരോടാ ചോദിക്കണ്ടേ? നമ്മളോടാ ചോദിക്കണ്ടേ. നിങ്ങളത് ചോദ്യമാക്കി കൂട്ടിയണോ? ഇല്ല. അതെന്തിനാ നമ്മൾ കൂട്ടിയത്? അത് വിഷമിക്കാനുള്ള ഒരു സാധനമാക്കിയിട്ട് നമ്മൾ കൂട്ടിയത്. നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്തത്. ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഓരോ മീറ്ററും അല്ലെങ്കിൽ ഓരോ അടിയും നിങ്ങൾ താഴേക്ക് കുഴിക്കുമ്പോൾ, നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു എന്നും അത് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നും അന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നതെന്നും അന്ന് എന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നും അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നും എൻ്റെ ജീവിതത്തിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നും അന്ന് എന്നെ എല്ലാവരും പരിഗണിച്ച് നന്നായിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് എന്താണോ കിട്ടാത്തത് അത് അന്ന് കിട്ടിയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എത്ര ബാഹ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലും ഈ സാധനം ഉള്ള അന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത്. എല്ലാ സമൂഹവും, എല്ലാവരും ഒരാൾക്ക് ഒരു ചെറിയ കുഞ്ഞ് മരിച്ചു പോയാൽ അത്ര വേദന വലിയൊരു കുട്ടി മരിച്ചാലും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറൂലേ? പക്ഷെ ചെറിയ കുട്ടിന്റെ കാര്യമാണെങ്കിൽ എപ്പോൾ പറഞ്ഞാലും ഉള്ളിൽ എന്തുണ്ടാവും? ഭയങ്കര വേദന. കാരണം എന്താ? അയാൾ അത്രയും അതുകൊണ്ട് എന്തായിരുന്നു? ക്ലോസ്ഡ് ആയി. എന്താ ക്ലോസ്ഡ് ആകാൻ കാരണം? ആ കുട്ടി നമ്മളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ കുട്ടിയായിരുന്നു. ഓൺലി വൺ റീസൺ. എന്താണ്? ചൈൽഡ്. അവൾ കുട്ടിയായിരുന്നു. അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു, പാവമായിരുന്നു, അവൾ കുട്ടിയായിരുന്നു. മറ്റെന്താ പറയാ? പോയി എന്തായാലും ആ സമയമാകുമ്പോൾ പോകുമല്ലോ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ പറയാം എന്തായാലും പോകുമല്ലോ. അത് കുറച്ച് നേരത്തായി, അതുകൊണ്ട് ഓളെ ശല്യം എന്തായി, അല്ലെങ്കിൽ ഓൻ്റെ ശല്യം എന്തായി? കുറഞ്ഞിട്ട് പറയും. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറയും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ വെള്ളടി അങ്ങനത്തെ സുഹൃത്തല്ല, എൻ്റെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ വെള്ളടി ഉള്ളതുകൊണ്ട് സുഹൃത്തല്ല എന്ന് പറയല്ല കേട്ടോ, അങ്ങനല്ല കേട്ടോ. വെള്ളടിൻ്റെ ആശാനിൽ, വെള്ളടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളടിച്ചിട്ട് ഭാര്യനെ അടിക്കും, പിന്നെ ഭയങ്കര പ്രശ്നക്കാരൻ. ആരോടൊക്കെ അയാള് ഓരോരൊക്കെ കച്ചറുണ്ടാക്കും. അങ്ങനത്തെ ഒരാള്. ഒരു ലേശം ചെന്നാൽ അവനാണെങ്കിൽ നല്ല മസിൽ പവറുണ്ട്, ഭയങ്കര കപ്പാസിറ്റി. അത് ജിമ്മിനൊക്കെ പോയി ആദ്യം ഉണ്ടാക്കി വെച്ചു ഫുള്ള്. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ ഓനെ ഭാര്യ 3 പ്രാവശ്യം തെറ്റിപ്പോയി. പക്ഷെ ആ കുട്ടിക്ക് ആ ചെന്നോടത്ത് ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പറയേണ്ടി വന്നു. കുട്ടികളാകാൻ പണിയൊന്നുമില്ല. 2 കുട്ടികളാകാനും 3 കുട്ടികളാകാനൊന്നും ഒരു പണിയില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല, അതൊക്കെ വേഗിക്കൊള്ളു. അതിന് ഇത്ര വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഈ പാവം അവസാനം ഓൻ്റെ കൂടെ നിന്നിരുന്ന ഓൻ്റെ ഉമ്മാനെ, അതായത് ഉമ്മ എന്ന് പറഞ്ഞാൽ വയസ്സായ ഉമ്മാനെ വരെ പൈസക്ക് വേണ്ടി, കാശിന് വേണ്ടിയിട്ട്, വെള്ളടിക്കാൻ കാശിന് വേണ്ടിയിട്ട് ചങ്ക് പിടിച്ച് നെക്കിൻ്റെ പേരിൽ ബാക്കിയുള്ളവർ ഇടപെട്ടിട്ട് ഇനി ഉമ്മാനെ വേറെയുള്ള ആൾക്കാർ കൊണ്ടുപോയി ഓനെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല പറഞ്ഞിട്ട് പ്രശ്നമായി.
നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓന് മാനസാന്തരം വന്ന് കുറേയൊക്കെ റെഡിയായി പറഞ്ഞു. നമുക്കറിയില്ല, ഓനെ കുറേ ഡി അഡിഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ടു. എവിടെ കൊണ്ടുപോയിട്ടോ അത്രയും കെട്ടുകെട്ടിയോട് കൂടിയിട്ട് മാറിക്കഴിഞ്ഞിട്ടോ ഞാൻ. അത്രയും കെട്ടുകെട്ടിയോട് കൂടിയിട്ട് ഇവനൊന്ന് എത്ര 3-4 ജ്യേഷ്ഠന്മാരുണ്ട്, അവരൊക്കെ നല്ല നല്ല പൊസിഷനിൽ കാശുള്ളവരാണ്. പക്ഷെ ഇവനൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയിരുന്നു എന്നുള്ളത് ഒരു ആഗ്രഹിച്ച സ്വന്തം ഉമ്മ ഒരു കുഞ്ഞു പോലും എത്ര വലുതായാലും ആ കുട്ടിക്കൊരു വേദനയും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എത്ര പ്രായമായാലും അയാൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മ. അത്ര വാല്യൂ ഉള്ളൊരു സാധനം ഭൂമിയിലില്ല. ഉമ്മ പോലും ഇവനൊന്ന് മരിച്ചു കിട്ടിയ തിരക്കടയിലും ചിന്തിച്ച സമയം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരാണ്. കുറച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ്റെ ഉമ്മ വന്നിട്ടില്ല. ഉമ്മ ഓൻ്റെ സിസ്റ്റർ എടുത്തുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ജീവിതം അങ്ങനെ കഴിച്ചുകൊണ്ട് എപ്പോഴും മരിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഓൻ്റെ കൂടെ തന്നെയാണ് ഓട്ടോയിൽ പോണ സമയത്ത് ഓൻ മരിച്ചു. ഓൻ പെട്ടെന്ന് മരിച്ചു. ഇപ്പോൾ ആ സ്ത്രീ ആ കുട്ടികളും സ്വസ്ഥമായിട്ട് ജീവിക്കും. എന്താ ആഗ്രഹിച്ച ആൾക്കാരെ? യെസ്. അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ലതാണെങ്കിലും എത്ര നല്ലതാണോ അതനുസരിച്ച് നമ്മൾ പോവാൻ എത്ര പ്രായമായാലും ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ഞാൻ വെറുതെ പറയില്ല, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സാധനങ്ങളാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ കുട്ടിക്ക് TTCൻ്റെ BEd ഒക്കെ ഉണ്ട്. BEd എന്തൊക്കെ ഉണ്ട്. പക്ഷെ ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇതാണ് സംഭവം. നമ്മളെല്ലാത്തിനും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു, നെഗറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആരാണോ അത് തൻ്റെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് അവൻ വിജയിക്കും, അല്ലാത്തവൻ പരാജിതനാവും. ഇതൊക്കെയാണ് പരാജയം. ലൈഫിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയറാണ് ഒന്നാണത്. അത് പെണ്ണായാലും ആണായാലും തന്നെ അവസ്ഥ. മറ്റുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രകാശം കൊടുക്കുന്ന രീതിയിൽ തിളങ്ങി നിൽക്കാനുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ മാറും. നമ്മളെ മാറി നമ്മളുടെ ചുറ്റുപാട് മുഴുവൻ മാറും. കംപ്ലീറ്റ് മാറും. ഇത് തൊട്ടടുത്ത് വേറൊരു സഹോദരൻ ഇതേ സെയിം രാത്രിയായ ഭയങ്കര ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ വലിയ മകനോട് ഒച്ചടുന്ന മകൻ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ്. ആ മകൻ ഇവിടുന്ന് വെറുത്തിട്ട് മടുത്തിട്ട് ഗൾഫ് പോയി ജോലി ചെയ്യാണ്. വീട്ടിൽ വരാൻ ആഗ്രഹമില്ല. അവസാനം ഭാര്യയും മറ്റേ കുട്ടിനെയും ആ ഭാര്യൻ്റെ ആങ്ങള പറഞ്ഞു, നിങ്ങളവനെ നീ നോക്കുന്നില്ലെങ്കിൽ ഞങ്ങളവനെ കൊണ്ടുപോകാൻ പോവാണ്. ആ പെണ്ണിപ്പോഴും നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം ഒരു കാണാനൊന്നും വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ഒരു വേറെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോവാണ്, നിങ്ങൾ ബാക്കി എന്ത് ചായിക്കൊള്ളിയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇറങ്ങി. എന്നിട്ട് ഓൻ എന്ത് ചോദിച്ചാൽ ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടിട്ട് വേഗം ഗൾഫ് കയറ്റി. അതുവരെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ശല്യം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സഹായമാണെങ്കിൽ ഞാനും ചെയ്തുതരാം, എന്നാലും വേണ്ടിയില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തു. അപ്പോൾ ആര് മുന്നിട്ടിറങ്ങിയാലും ഓരോ ഗ്രൂപ്പിൽ വന്ന വോയിസിൽ കൂട്ടുന്നു, ഈ കേട്ടോക്കെ ഇതാണ് അവസ്ഥ, എനിക്ക് ആഗ്രഹം ലേറ്റല്ല, എൻ്റെ ബാക്കിയുള്ളവരാണിത് ഒരു പറഞ്ഞ വോയിസ് കേട്ടോക്കെ. അത് കേട്ടപ്പോൾ ഞാൻ പോലും എൻ്റെ തൊലി പോലും ചുളിഞ്ഞുപോയി. പിന്നെന്താ ചെയ്യാം പറഞ്ഞാൽ, ഇത് പാണിൻ്റെ കാര്യം, പെണ്ണുങ്ങൾക്ക് വേറെ കുറേ ഉണ്ട്, അതൊന്നും ഞാൻ പറയില്ല. ഇതാണ് അവസ്ഥ. വാല്യൂ ഉണ്ടാവണമെങ്കിൽ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം.
ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് വിഭവങ്ങൾ ആവശ്യമുണ്ടോ അതിനെല്ലാം സമാഹരിക്കാനുള്ള എന്തെല്ലാം പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ ആഗ്രഹമുണ്ടോ അതിലേക്കെല്ലാം എത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം രീതിയിൽ നമ്മളുടെ കുടുംബവും ജീവിതവും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുണ്ടോ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള സകലമാന സ്കില്ലുകളും ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഇൻബിൽട്ട് ചെയ്തിട്ടാണ് നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പല സമയത്തും നമ്മൾ പല വഴികളിലേക്കും സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ പല റൂട്ടിലേക്കും നമ്മൾ സഞ്ചരിച്ചു. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ക്ലാരിറ്റി ഉണ്ടാവണം. എനിക്ക് എവിടെയാണ് എത്തേണ്ടത്? ഈ ക്ലാരിറ്റി ഉണ്ടായാൽ എന്താ സംഭവം അറിയുങ്ങൾ? ക്ലാരിറ്റി ഉണ്ടായാൽ നമ്മളത് മോട്ടിവേറ്റ് ചെയ്യും. ക്ലാരിറ്റി എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് എനർജി തരും. അതെന്ത് ചെയ്യും? ആ മോട്ടിവേഷൻ നമുക്ക് എന്ത് ചെയ്യും? എനർജി തരും. ആ എനർജി നമ്മളെന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോൺഫിഡൻസ് തരും. ഓക്കെ, ഇങ്ങനെ എടുക്കുക. അത് നമുക്കൊരു കോൺഫിഡൻസ് തരും. ക്ലാരിറ്റി ഉണ്ട്. എന്താ ക്ലാരിറ്റി? എൻ്റെ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര എത്തിക്കഴിഞ്ഞാൽ അതിനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ലക്ഷ്യം പഠിപ്പിച്ചത്. എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. എനിക്ക് എൻ്റെ റൂട്ട് ക്ലിയർ ആണ്. എനിക്ക് പോകാനുള്ളത് ക്ലിയർ ആണ്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വില്ലേജ് റോട്ടിലൂടെയാണ്, ഒരു ചെറിയ റോട്ടിലൂടെയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കട്ടയും കല്ലും മണ്ണും പിന്നെ പൊടിയൊക്കെ നിറഞ്ഞ ജീവിതമാണ്. ഇത് കഴിഞ്ഞാൽ എനിക്കൊരു ഹൈവേ ഉണ്ട്. 1 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഗൂഗിൾ മാപ്പ് പറയുന്നത് പോലെ നെക്സ്റ്റ് ടേണിങ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? NH 66 ആണെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ 47 ആണെന്ന് പറയുന്ന പോലെ അടുത്തത് കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ഒരു റോഡ് വരാനുണ്ട്. അതിലൂടെ പോകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും? സ്വസ്ഥമായിട്ട് പോകാൻ കഴിയും. അത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്രസ് ഹൈവേ വരാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ആ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുമ്പോൾ എനിക്ക് 100, 120, 130, 140 സ്പീഡിൽ പോകാം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ക്ലാരിറ്റിയാണ്. ഫ്രണ്ടിലേക്ക് ലോങ് ആയിട്ട് കാണാൻ പറ്റും. ലോങ് വിഷനാണ്. ഒന്നുമില്ല, കടലിലേക്ക് നോക്കിയ പോലെ ലോങ് വിഷനാണ്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് പോകാം. എനിക്കെതിരെ അപകടമുള്ള ഒരു സാധനവും തടസ്സങ്ങളും എൻ്റെ മുന്നിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്ത് വേണം? നമുക്ക് നമ്മളെ കുറിച്ചൊരു ക്ലാരിറ്റി. ആദ്യം നമുക്കൊരു ലക്ഷ്യത്തേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. ഞാൻ എങ്ങനെ ആവണം, എന്നെ എങ്ങനെ ആക്കണം, നമ്മൾ തീരുമാനിക്കണം. എനിക്കൊരു വാല്യൂ ഉണ്ടാവണോ അതോ വാല്യൂ ഇല്ലാത്തവനായിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് വരെ കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ദേഷ്യവും അനുഭവിച്ചുകൊണ്ട് ആർക്കും വിശ്വാസമില്ലാത്തവളായിക്കൊണ്ട് ആർക്കും ഇഷ്ടമില്ലാത്തവളായിക്കൊണ്ട് ആർക്കും വേണ്ടാത്തവളായിക്കൊണ്ട് പോകണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതോ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എൻ്റെ വീട്ടിൽ കിട്ടണം, അത് ഞാൻ കറുത്തവളായാലും വെളുത്തവളായാലും ഹൈറ്റുള്ളവരായാലും എന്തായാലും എനിക്ക് കിട്ടണമെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് നമുക്ക് ദിശ ശരിക്കാറാണ്. അത് കാണിച്ചല്ലാണ് എൻ്റെ പണി. എൻ്റെ പണി അതാണ്. ഞാൻ രാവിലെ വരുമ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ എന്നും നേരത്തെ എത്താറുണ്ട്. എനിക്ക് അന്ന് എൻ്റെ ക്ലാസ് ഓൺലൈൻ വരെ സ്കിപ്പ് ചെയ്തു. കാരണം എനിക്ക് തലവേദന എടുത്തിട്ട് രാവിലത്തെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ എന്നും അവരോട് പറഞ്ഞതാണ്, കമ്മിറ്റഡ് ആണ്. ഞാൻ എത്തി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ ഇന്ന് ക്ലാസ് കയറാൻ പറ്റില്ല. ഞാൻ കയറും. എനിക്ക് നിങ്ങളെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇപ്പോഴും എനിക്ക് തലവേദന. പക്ഷെ ഞാനത് മറന്നു. ആ സാധനം മറന്നു. എനിക്കറിയാം ഇവിടെ കയറുമ്പോൾ ഞാൻ മറന്നു. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ അത്ര അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ വളരെ ദൂരെ നിന്ന്, എത്രയോ ദൂരെ നിന്ന് നിങ്ങൾ ബസ് കയറി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണോ അത് തരാൻ എനിക്ക് പറ്റണം. നിങ്ങൾ കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ എത്തിയേ പറ്റുള്ളൂ. എത്ര ആൾ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എത്താം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖകര യാത്ര. ഇപ്പൊ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. ഉറപ്പാ എന്നും വന്ന് പറയും. ഒരു കുട്ടി എപ്പോഴും എന്നെ മെസ്സേജ്, ഇവിടെ വന്നീൻ്റെ കുട്ടിയാണ്, ഉൾപ്പ സൗദിയിലാണ്. ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തു. അവള് ഏറ്റവും നല്ല ബ്യൂട്ടീഷ്യനാണ്, ഏറ്റവും നന്നായിട്ട് നല്ല ഉഷാർ കുട്ടി, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നല്ല സംസാരിക്കാൻ വയ്ക്കും, എല്ലാം ഉഷാറാണ്. വീട്ടിൽ പല വിഷമങ്ങളുണ്ട്. എന്നോട് ഒരു ദിവസം കുറേ സമയം സംസാരിച്ചു.
1 മണിക്കൂറിലേറെ സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. ഞാൻ എൻ്റെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സംസാരിക്കാമെന്ന് വെച്ചു. കോഴ്സ് കഴിഞ്ഞ് പോയുള്ളൂ. ഞാൻ 1-2 ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറേ എൻ്റെ ലക്ഷ്യം അതല്ല സാറേ, എനിക്ക് ആ ലക്ഷ്യം കൊണ്ടൊന്നും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല സാറേ. എനിക്ക് പുറത്തു പോകണം. പുറത്തു പോയിട്ട് എൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ എനിക്ക് തീർക്കണം. അതിന് ഞാൻ പോയേ ഇനി പറ്റുള്ളൂ. ഇതുവരെ ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ എനിക്ക് പോരാ. ഈ അനുഭവങ്ങൾ ഇനി അനുഭവിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ഇതിനെ എല്ലാം മറികടക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഇല്ലേ? അത് ശ്രദ്ധിക്കണം. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അത്രയും കൈപ്പേറിയതാണ്. ഇപ്പോഴും ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണുന്നവർക്കെല്ലാം സുഖമാണ്, പക്ഷേ പല പ്രയാസങ്ങളും എന്നിലുണ്ട് സാർ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളോട് അത് പറയണില്ല, നിങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റില്ല. എന്നേക്കുമായി രക്ഷപ്പെടണം, എന്നേക്കുമായി രക്ഷപ്പെടണം. എങ്ങനെ? ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതനുസരിച്ചിട്ടേ പോവുള്ളൂ സാറേ. എവിടെ ഞാൻ പയക്കില്ല, എവിടെ എനിക്ക് പയക്കില്ല, ഞാൻ പോവുള്ളൂ, അങ്ങനെ പോവുള്ളൂ സാറേ എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടുന്ന് വണ്ടി കയറുമ്പോൾ, ഇവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ, ഇവിടുന്ന് വിസ അടിച്ചപ്പോൾ, അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ, ഇന്നലെ വരെ ഒരാഴ്ച അതിൻ്റെ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ മെസ്സേജ് ചോദിച്ചു എന്തായി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ എല്ലാ ഫോം കൊടുത്തിട്ട് 2 ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടും സാർ. ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റാവും. ഒരു പെൺകുട്ടിയാണ്, ഒരു മകനുണ്ട്. ആ കുട്ടിക്ക് ഒരു മകനുണ്ട്. അതെന്തുകൊണ്ടാണ്? ഭയങ്കര ക്ലാരിറ്റിയാണ് അവിടെ. ഓളെ എവിടേക്ക് ജോലി കിട്ടും. എന്നോട് പറഞ്ഞെന്താ സാറേ അതുകൊണ്ടൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ ബ്യൂട്ടീഷ്യൻ നല്ല പോസ്റ്റ്. എന്നോട് പറഞ്ഞു സാർ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത്രയും അതിനായിട്ട് ഇറങ്ങണം. അത് എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിലേറെ നല്ല ഞാൻ ഇവിടെ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ വേറെ ഒന്നിക്കും ഞാൻ പോകില്ല. എനിക്ക് എൻ്റെ ലക്ഷ്യം ഇതാണ്. എനിക്ക് ഏറ്റവും മികച്ചതായിക്കൊണ്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ ഉമ്മാനെ എനിക്ക് നോക്കണം. എൻ്റെ ഉമ്മനെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണ്. എൻ്റെ ഉമ്മാനെ എനിക്ക് നോക്കണം. എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എനിക്ക് തീർക്കണം. ഇതെല്ലാം തീർക്കണമെങ്കിൽ ഞാനല്ലാതെ ഇനി ഒരു രക്ഷയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കോഴ്സിന് വന്ന് ചേർന്നത്. ഇതുണ്ടെങ്കിലേ എത്തുള്ളൂ. ആ കുട്ടി ഇന്ന് സൗദി അറേബ്യയിലുണ്ട്, എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭർത്താവ് ഇവിടെ ഉണ്ട്, മകൻ ഇവിടെ ഉണ്ട്, സൗദി അറേബ്യയിൽ പോയി. പല പ്രശ്നങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ട്. എന്നിട്ടും എന്താ കാരണം? ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് രക്ഷപ്പെടണം. കണ്ണൂര് ഇരുട്ടീന്ന് എത്രയോ ഉള്ളിൽ നിന്നൊരു കുട്ടി വന്നു. എത്ര ഉള്ളിലാണ് ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആ കുട്ടീൻ്റെ വീട്ടിൽ പോയി അത്ഭുതപ്പെട്ടു. 2 കുട്ടികൾ കണ്ണൂർ ഇരുട്ടിന്ന് ഇവിടെ വന്നു. എനിക്ക് ഇരുട്ടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു 5 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോയ സമയത്ത് ഞാൻ അന്ന് തീരുമാനിച്ചു എൻ്റെ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. എനിക്കത് അറിയില്ല അന്നൊന്നും. ഞാൻ ഇവരോട് പറഞ്ഞു കണ്ണൂർ പോകണത് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാനെ. ഇരുട്ടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഹോസ്റ്റലിലാണ് നിന്നീൻ്റെ. എന്നോട് ഇരുട്ടിയിൽ നമ്മളെ കുട്ടികൾ ഇരുട്ടിയിലാണല്ലോ, ഒരു നാളെ പോകാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എൻ്റെ കൂടെ പോരാൻ ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ എപ്പോഴും പോകും സാർ ചോദിച്ചു. ഞാൻ 4 മണിക്ക് പോകുന്നു, രാവിലെ 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്നു. അത്ര നേരത്തെ ഞങ്ങൾ കടന്നുറങ്ങിയിട്ടൊക്കെ വരാം സാർ. ഓക്കെ ശരി. ഞാൻ പോയി. ഞാൻ അവിടെ എത്തി. ഞാൻ എൻ്റെ റൈറ്റ് ടൈമിൽ 9 മണിക്ക് അവിടെ എത്തി. ഞാൻ എൻ്റെ ഇതിലെത്തി. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് ഇറങ്ങുന്ന സമയത്തിൻ്റെ ഈ യൂണിഫോം ഇട്ടിട്ട് 2 ആൾക്കാർ ഇങ്ങനെ വരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ വെള്ളമൊലിച്ച്. എന്താ കാരണം അറിയോ? അതെൻ്റെ കുട്ടികളാണ്, എനിക്ക് ഉറപ്പാണ്. ഞാൻ വണ്ടി നിർത്തി എൻ്റെ കൂടെ ഒരാളുടെ എന്നോട് പറഞ്ഞു ഒന്ന് സംസാരിച്ചു. പിന്നെ സാർ നിങ്ങൾ വീട്ടിലേക്ക് വരും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ വരില്ല. കാരണം ഞാനൊരു എന്തിലാണ് ഒരു പ്രോഗ്രാമിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോണതിന് മുന്നേ നിങ്ങളെ വീട്ടിൽ ഞാൻ വന്നിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം സാറേ, കുറച്ച് ഞാൻ ചോദിച്ചു എൻ്റെ വണ്ടി പോയി ചോദിച്ചു. അതൊക്കെ പോകുന്നതാണ് ശരി. ഞാൻ വീട്ടിൽ പോയി. ആ കുട്ടീൻ്റെ ബാക്കിയൊന്നും പറയില്ല. ആ കുട്ടികളെ വീട്ടിൽ പോയി. ആ കുട്ടിയുടെ വീട് അടുത്തത് അതിൻ്റെ ബാക്കിൽ കുറച്ചുകൂടെ പോയ ഫോറസ്റ്റാണ്. അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നാണ് ആ കുട്ടികൾ മലപ്പുറം അക്കാദമിയിലെത്തിയത്. എന്നിട്ടോ ആ കുട്ടി ഒരു ഹോസ്പിറ്റലിൽ കയറിയത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക എൻ്റെ പ്രശ്നങ്ങൾ തൽക്കാലം തീർക്കേ, ഒന്നുമില്ലെങ്കിൽ കോഴ്സ് പഠിച്ച ഫീസെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യുക, അതിന് ശേഷം എക്സ്പീരിയൻസ് ആക്കി എന്നിട്ട് നമുക്ക് നോക്കാം.
അവൾ നിന്നു 4 മാസം 5 മാസം നിന്നു. എന്നോട് പറഞ്ഞു, സാറേ ഇതുകൊണ്ടൊന്നും എനിക്ക് തീരുല്ല സാറേ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കല്യാണമൊക്കെ പിന്നെ എനിക്ക് സെറ്റിലായിട്ടേ ഞാൻ ചെയ്യുള്ളൂ, ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ പോവാണ്, ഞാൻ ദുബായി പോകണം. എൻ്റെ ഇക്ക ഉണ്ട് അവിടെ, ഇക്ക പറഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഞാൻ എനിക്ക് താമസവും ഭക്ഷണവും തരും, ജോലിയൊക്കെ കണ്ടെത്തുക, എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് നിന്നു, അതുവരെ ഞാൻ സപ്പോർട്ട് ചെയ്തരാം. പോയിട്ട് കുറച്ചായിട്ടുള്ളൂ, ഇവരൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എവിടെങ്കിലും കയറും സാർ, എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ, എനിക്ക് ഉറപ്പാണ് ആ കുട്ടി കയറുമെന്ന് മാത്രമല്ല, അവൾ എന്താണോ ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിച്ചത് അതൊന്നും. സൂപ്പർ കുട്ടികൾ കുറേ ആര് വേറെ എന്തൊക്കെ തിരിച്ചാലും പോകില്ല, കറക്റ്റ് വേണം. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യാനാണ് ദൈവം നിങ്ങൾക്ക് സ്കില്ല് തന്നിട്ടുള്ളത്. വേണമെങ്കിൽ ചെയ്തോ, അത്രേ ഞാൻ പറയുള്ളൂ. വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളേക്കാൾ, നിങ്ങളെ പ്രശ്നത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യും. ഇതിന് തന്നതാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു 7 സ്കില്ല്. പ്രതിഭാശാലികളായ ആളുകൾ പോലും അവരാക്കിയത് ആ സ്കില്ലുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു 7 സ്കിൽ. എന്നാൽ നമ്മൾ അതിനെ സ്കില്ലായിട്ട് കണ്ടിട്ടില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഓർഡിനറി സാധനമായിട്ടാണ് നമ്മൾ കണ്ടത്. ദെൻ ദ ഓർഡിനറി, എന്തൊക്കെയാണ് ഓർഡിനറി കാര്യങ്ങളുള്ളത്, അതിലാണ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇരിക്കുന്നത്. എന്താണോ ഓർഡിനറി എന്ന് പറയും നമ്മൾ തള്ളുന്നത്, അതിലാണ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ ചിരി നമ്മൾ അതിനൊരു ഓർഡിനറി ആക്കിയിട്ടാണ് കരുതിയില്ല. ചിരി, ആ ചിരിക്ക് എത്ര പവർ ഉണ്ട് നിങ്ങൾക്കറിയാം, എത്ര പവർ ഉണ്ട്. എപ്പോഴത് മനസ്സിലാവുള്ളൂ, നമ്മളോട് ഇന്നും ചിരിച്ചിരുന്ന പുഞ്ചിരിച്ചിരുന്ന ആൾ ചിരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ പവർ മനസ്സിലാവുള്ളൂ. ആണോ അല്ലേ? യെസ്, ഏറ്റവും നല്ല സാധനം ചിരി, നല്ല ചിരി. ഒരു പുഞ്ചിരി ചിരിച്ചാൽ എത്ര സന്തോഷം വേറുള്ള ആൾക്കാർക്ക്, എത്ര സ്ഥലത്താണ് അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക. നമ്മളെന്തായാലും കരുതിയത് ചിരി, നമ്മളെന്താ കരുതി ചിരിക്കുമ്പോൾ, ഇനിയിപ്പോൾ എൻ്റെ പല്ല് കാണും, ഞാനിന്ന് എന്ത് ചെയ്തില്ല, ഞാനിന്ന് ബ്രഷ് ചെയ്തില്ല, പല്ല് വെച്ചിട്ടില്ല, അപ്പോൾ ബ്രഷ് ചെയ്തില്ല, അതിപ്പോൾ ഇനി കാണും. മനസ്സിൻ്റെ ഉള്ളിൽ ക്ലിയർ ഉണ്ടെങ്കിൽ ചിരി പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇതില്ലെങ്കിൽ പുറത്തേക്ക് വരില്ല. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ചിരി പുറത്തേക്ക് വരില്ല. ഇന്നർ വേൾഡ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അപ്പോഴേ ചിരി വരുള്ളൂ, അല്ലാത്ത ചിരിക്ക് പവർ ഉണ്ടാവില്ല. നമ്മളെന്താ കരുതി സിമ്പിളാണ് ചിരി, അല്ല, ചിരി ഭയങ്കര പവറാണ്. ഇന്നർ വേൾഡിലും ഔട്ടർ വേൾഡ് ഇതേപോലെയാണ്, അല്ലെങ്കിൽ ഇതിലേറെ മോർ പവർഫുൾ ആണ് ഈ 7 നമ്മൾ ഓർഡിനറി എന്ന് കരുതിയ 7 സ്കില്ലുകൾ. എന്തെങ്കിലും പറയാൻ കാരണം, ചിരിങ്ങൾ നല്ല ചോപ്പി. നമ്മൾ ചിരിക്കാൻ എപ്പോഴാ സന്തോഷത്തോടു കൂടി ചിരിക്കാൻ പറ്റാം, എപ്പോഴും ചിരിക്കാൻ പറ്റാം? യെസ്. എന്നാ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ചിരി ചിരിച്ചിരുന്നേ ചെറിയ കുട്ടിയായപ്പോ. എന്താ കാരണം ഉണ്ടായിരുന്നത്? യെസ്, ദാറ്റ്സ് ഓൺലി. അത് നമ്മുടെ ഉള്ളിൽ വേറെ ഒരു ചിന്തയില്ല. ഞാൻ ഇതിൽ പറയുന്നത്, നിങ്ങളെ ഇപ്പോ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളെ പരിഗണിക്കുന്നതിൻ്റെ 100-ലധികം ഇരട്ടി നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്താണ് എന്നെ അന്ന് ഇഷ്ടമായിരുന്നത്, ഇപ്പം എന്താ എന്നെ ഇഷ്ടമല്ല? അത് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഓരോടല്ല, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് ചോദിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും. ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല, ഒരു 3-4 പ്രാവശ്യം ചോദിക്കുമ്പോൾ കിട്ടും. ചെകഞ്ഞു നോക്കി, അടിക്ക് നോക്കി, താഴേക്ക് കുഴിച്ചു നോക്കി, യെസ്, എവിടെയാണ് എൻ്റെ മേലെ മണ്ണ് വീണത്, എവിടെയാണ് ചളി നിറഞ്ഞത്, എന്ന് മുതലാണ് എനിക്ക് ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കിട്ടും, യെസ്, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടാണ് എന്നെ ഇഷ്ടമില്ലാതെ, ഇന്നത് ഓരോ വിഷമിപ്പിച്ചപ്പോഴാണ് അവർക്ക് എന്നോട് ഇഷ്ടമില്ലാതായത്. അതിന് ഞാൻ എങ്ങനെ ഇനി മാറ്റിയെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് മാത്രമേ മാറ്റാൻ, വേറെ ആർക്കും മാറ്റാൻ കഴിയില്ല. എപ്പോഴാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് അയാളെ സന്തോഷം നഷ്ടപ്പെടുക? നിങ്ങൾക്കറിയാം എപ്പോഴാ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുക. എപ്പോഴാ? എന്താ സംഭവിക്കുക? അയാളെ
എന്താ സംഭവിക്കുക? ഇതിന്റെ യഥാർത്ഥ മുഖം തമ്മിൽ മനസ്സിലാക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുമ്പോൾ, അതിനുള്ള സ്കിൽ ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? സന്തോഷം നഷ്ടപ്പെടും. എന്താ കാരണം? അന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, നമ്മൾ പ്രതീക്ഷിച്ചതല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുണ്ടാവുക? നമ്മളെ വേലക്കാർമേകം മൂടല്. എന്നാൽ ആ അവസ്ഥയിലും എനിക്കതിനെ തരണം ചെയ്യാനുള്ള സ്കില്ലുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എനിക്കതിന് വാല്യൂ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ വാല്യൂ ഉണ്ടാവും. നമ്മൾ ആ ഒരു പരിഗണിക്കും. നമ്മളുടെ സന്തോഷം എന്നും നിലനിൽക്കും. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം വിതരാനും സാധിക്കും. ഇത് നമ്മളെ ഉള്ളിൽ മാത്രമേ ഇതുള്ളൂ. വേറെ എവിടെ ഇല്ല കേട്ടോ, വേറെ എവിടെ ഇല്ല. നിങ്ങൾ എവിടെ തിരഞ്ഞിട്ടും കാര്യമില്ല. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടൂല, അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടൂല. ഇത് എവിടെന്നെങ്കിലും പൊട്ടി മുളച്ചിട്ട് വരുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അടുത്ത മഴ പെയ്യുമ്പോൾ എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് മുളച്ചു വരുന്ന ആരും പ്രതീക്ഷിക്കണ്ട. എവിടെ നിന്നും കിട്ടൂല. അല്ല, എനിക്ക് ഏറ്റവും നല്ല സന്തോഷം തരേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്, ചിന്തിക്കണ്ട. ഏറ്റവും നല്ല സന്തോഷം തന്നെ എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്. കിട്ടൂല. സന്തോഷം നമ്മൾ കണ്ടെത്താനുള്ളതാണ്. നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്താനുള്ളതാണ്. ആ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാണ് അത് ചെറിയ കുട്ടിയായപ്പോഴാണ്. ആ ചെറിയ കുട്ടിയായ സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നത്? ഈ കാരണം കൊണ്ടാണ് സന്തോഷം ഉണ്ടായത്. എന്താണ്? ഞാൻ കുട്ടിയാണ്, അതുകൊണ്ട് ഇതെല്ലാവരും പരിഗണിച്ചിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗുണങ്ങൾ അന്ന് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. അന്നുണ്ടായിരുന്ന ഏറ്റവും നല്ല സ്കില്ലുകൾ എൻ്റെ ഉള്ളിൽ ഈ സ്കില്ലുകൾ ഉണ്ടായിരുന്നു. ആ സ്കില്ലുകൾ ഉപയോഗിച്ചപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ഇഷ്ടം പോയി? ആ സ്കില്ലുകളിൽ ഞാൻ വ്യതിചലിച്ച് ആ സ്കില്ലുകളെ ഞാൻ റോങ് ആയിട്ടുള്ള വഴികളിൽ ഉപയോഗിക്കൽ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടം എന്നിൽ നിന്ന് പോയി. ഇതാണോ സത്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ സ്കില്ല് പറയുമ്പോൾ മനസ്സിലാവും. ഇതാണ് സാർ. എനിക്ക് നിങ്ങളോട് വേണമെങ്കിൽ ആ സ്കില്ല് വേഗം എണ്ണം പറക്കി പറഞ്ഞിട്ട് പോയി വേണമെങ്കിൽ പറയാം. എന്താ പറയാത്തെ? നിങ്ങൾക്ക് അത് ഫുള്ള് ഫീൽ ചെയ്യണം. നിങ്ങൾ ഫീൽ ചെയ്യണം. ലൈഫ് ഈസ് എന്താണ്? എക്സ്പീരിയൻസ് ലെവലാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ അത് എന്തുള്ളൂ, അതിന് വാല്യൂ നിങ്ങൾ കൽപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതിപ്പോ ക്ലാസ് വെള്ളമല്ലേ. എപ്പോഴാണ് വെള്ളത്തിന്റെ വില ഉണ്ടാവുക? വെള്ളം കിട്ടാത്ത അവസ്ഥ. മരുഭൂമിയിൽ കുടുങ്ങിയവന് മാത്രമേ, ദാഹിച്ച് വലഞ്ഞവനെ ഒരു വെള്ളത്തിന്റെ വില അറിയില്ല. നമുക്കറിയില്ല. നമ്മൾ ലാവിഷാ ഫുൾ. അതറിയണമെങ്കിൽ ആ സാഹചര്യം വരണം. അതേപോലെയാണ് നിങ്ങളെ ഉള്ളിൽ നിങ്ങളെ പഴയ ഫീലിങ്സ് നിങ്ങൾക്ക് വരണം. പഴയത് വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ലൈഫ് പഴയതും പുതിയതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായത്. ഓൾഡ് അന്ന് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, ഇപ്പോ എനിക്ക് സന്തോഷമില്ല. വായ്. ഈ രണ്ട് ചോദ്യം, രണ്ടിനും ഒരേ ചോദ്യം. വായ്. ഒറ്റ ചോദ്യം. ആരോടാണ്? നിങ്ങളോട്. നിങ്ങൾ വേറെ ആരോടും ചോദിക്കണ്ട. ഒരൊറ്റ ഉത്തരമുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ വഴിയില്ല ക്ലാരിറ്റി ഇല്ല. എനിക്ക് എവിടെ പോകണം, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുക, എന്തുകൊണ്ടാണ് എനിക്ക് അന്ന് സന്തോഷം. നമ്മൾ പഴയതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കലോ എല്ലാവരും ചെയ്യുക. എന്താണ്? നമ്മൾ ഇനി അഥവാ ചിന്തിച്ചാൽ തന്നെ അന്നുണ്ടായ വിഷമങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് വിഷമിക്കാന്നല്ലാതെ നമ്മൾ അന്നുണ്ടായ എന്തുകൊണ്ട് എനിക്ക് അന്ന് ഇതിനൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നു ആരും ചിന്തിക്കില്ല. ആ തരണം എന്താ ഒരു ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞോ എനിക്കറിയില്ല, ഒരു സ്റ്റെപ്പ് കയറി ഇവിടുന്ന് ഒരാൾ സ്ലിപ്പായി വീണു, താഴേക്ക് സ്ലിപ്പായി വീണു. വീണ്ടും അള്ളി പിടിച്ച് കയറല്ല ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ബുദ്ധിമാനായ ഒരാള് എന്താ ചെയ്യുക? ശ്രദ്ധിക്കണേ. ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കും. എന്താ? ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കും. വൈ? എന്തുകൊണ്ട് ഞാൻ സ്ലിപ്പായി? വൈ? എന്തുകൊണ്ട് ഞാൻ സ്ലിപ്പായി ചിന്തിക്കും. അപ്പോൾ അവന് മനസ്സിലാവും എന്നിൽ എന്തൊക്കെ എന്തുണ്ട്, കുറവ് ഉണ്ട്. അപ്പോ എന്നിട്ടോ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു മുന്നത്തെ, അങ്ങോട്ടേക്കൊന്ന് നോക്കും. എന്നിട്ട് ഇവിടെ ഞാൻ എങ്ങനെയാണ് ഞാൻ കയറിപ്പോന്നത്, അവിടെ ഞാൻ രക്ഷപ്പെടാൻ കാരണം എന്തായിരുന്നു? വൈ? എന്തുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു, ഇന്ന് ഞാൻ എന്തുകൊണ്ട്
രക്ഷപ്പെടാതിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാവും, യെസ്, ഇവിടെ ഞാൻ നിന്ന സമയത്ത് എനിക്ക് എന്തുണ്ടായിരുന്നു, ഇത് കയറാനുള്ള സ്കില്ലുണ്ടായിരുന്നു. ആ സ്കില്ല് ഇവിടെ കുറഞ്ഞു പോയപ്പോൾ എനിക്ക് ഈ സ്റ്റെപ്പ് കയറാൻ കഴിഞ്ഞില്ല. ഇവിടെ കുറച്ചും കൂടെ അധികം എന്തുണ്ട്, സ്ലിപ്പാവുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, യെസ്, റെഡി ആയിട്ട് വേണം കയറണമെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നവൻ അത് ചിന്തിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് നോക്കിയിട്ട് കയറുള്ളൂ. അവൻ അത് കയറുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കയറാനുള്ള പവർ അവൻ്റെ ഉള്ളിൽ ബിൽഡാവും. ഇത് നോക്കാത്തതാണ് നമ്മളെ പ്രശ്നം. ഇന്നും ഞാൻ എന്താ ചിന്തിക്കല്, ഞാൻ ഇന്നും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മുകളിലേക്ക് എനിക്ക് ഇനി കയറണം, എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല? ഇതിന്റെ മുന്നേ ഇതിലേറെ വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് കയറിയിരുന്നത്, ഇനി ഈ പ്രതിസന്ധിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യും? എന്ത് പ്രശ്നം വന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കണം. എനിക്ക് എൻ്റെ റൂം അതിനുള്ള ആ റൂം അത്ര ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു യാത്ര ഒറ്റക്കാണെങ്കിൽ എൻ്റെ ഫുള്ള് ചിന്ത ഇതായിരിക്കും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഞാനത് ഒബ്സർവ് ചെയ്യും, എങ്ങനെ ഇത് എനിക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഇതിനൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കുറെ ആൾക്കാരെ അയാൾ ഇങ്ങനെ ചെയ്തിരുന്നു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അതൊന്നുമല്ല ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് റിയാലിറ്റിയാണ്. എവറിത്തിങ് ഈസ് റിയാലിറ്റി, വേറെ ഒന്നുമില്ല. ഇത് എൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഉണ്ടായ റിയാലിറ്റീസാണ്. ഇത് ഞാൻ എങ്ങനെ കണ്ടെത്തിയത്? ഇത് ഞാൻ കണ്ടെത്തിയത് എൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്ന ഒരു സ്കില്ലുണ്ടായിരുന്നു. ആ സ്കില്ലിനെ ഞാൻ ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റി. ദ ഫസ്റ്റ് സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇമാജിനേഷനാണ്. ദ ഫസ്റ്റ് സ്കിൽ എന്താണ്? ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ. ദ നമ്പർ 1 സ്കിൽ ഇമാജിനേഷൻ. എന്താ ഇമാജിനേഷൻ? എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള യാത്ര എനിക്ക് കാണാൻ പറ്റണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ എവിടെയാണ് എത്തേണ്ടതെന്നും എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ എന്ന് വരെ ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ കാണും. ഡിപ്പെൻഡിങ് അപ്പോൺ അവർ വെഹിക്കിൾ. അല്ല, ഞാൻ ബസ്സിനാണ് പോകുന്നത്, ബസ്സിന് പോയാൽ ഞാൻ എവിടെ ഇറങ്ങണം, അവിടെ ഇറങ്ങിയാൽ എനിക്ക് എങ്ങനെ വണ്ടി കിട്ടും, എങ്ങനെയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇത് നിങ്ങളെ മുന്നിൽ ഒരു ഇമാജിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങളെ സമയം വേസ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ പണം വേസ്റ്റ് ആയിരിക്കും. ആ ഒരു ലോങ് വിഷൻ നിങ്ങളെ മുന്നിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം എന്താണ്, ഞാൻ ഇന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരൂര് ഭാഗത്തു നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ വൈലത്തൂര് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മുൻകൂട്ടി അതിൻ്റെ സമയമനുസരിച്ച് ഞാൻ പോരണം. എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ. ആ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തെത്തി, നൂറടി പാലം എത്തി, ഇനി ഞാൻ ഇറങ്ങേണ്ട എൻ്റെ ഡെസ്റ്റിനേഷൻ എത്താൻ പോവാണ്, അതുകൊണ്ട് ഞാൻ എന്തായിരിക്കണം, തയ്യാറായി നിൽക്കണം എന്നുള്ളത് ഇമാജിനേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. ഇതാണ് ഇമാജിനേഷൻ സ്കില്ല്. ഈ ഇമാജിനേഷൻ സ്കില്ല് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമുക്ക് ചെറിയ കുട്ടിയാകുമ്പോഴാണ്. സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ പറയട്ടെ, നമ്മളോട് പറയാണ്, ഭക്ഷണം തരുമ്പോ ഉമ്മ പറയാണ്, എന്താണ്, ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവർ ഒരു ചെറിയ കുടിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ പാടവരമ്പിലൂടെ അവർ നടന്നു പോയി, ഒരു റാന്തൽ വിളക്കുമായി പോയി അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് അവർ കൃഷി ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, കൃഷി ചെയ്യുന്ന ചെടികളിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പാകം ചെയ്തുകൊണ്ട്, ഫലങ്ങൾ പാകം ചെയ്തുകൊണ്ട് അവർ അവിടെ ജീവിച്ച് സ്വസ്ഥമായിട്ട് കഴിയുകയായിരുന്നു. ഒരു ദിവസം അതിഗംഭീരമായിട്ടുള്ള പേമാരി വരികയും അവരുടെ കുടിലിൻ്റെ മുകളിലൂടെ അത് ഗംഭീരമായി പെയ്തൊലിച്ച് അത് പൊളിഞ്ഞു പോകുകയും ആ പാവം 2 പേരും അതിൽ കഷ്ടപ്പെടുന്നതും കാണാൻ ഇടയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങളെ മുന്നിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും? ഒരു അപ്പൂപ്പൻ വന്നിട്ടുണ്ടാവും, അമ്മൂമ്മ വന്നിട്ടുണ്ടാവും, ഒരു കുടില് വന്നിട്ടുണ്ടാവും, എന്തൊക്കെ വന്ന് ഇതൊക്കെ വരും. എന്താ കാരണം? ഇമാജിനേഷൻ സ്കിൽ. ഏതൊരു സാധനം ആദ്യം ഉണ്ടാവുന്നത് ഇമാജിനേഷനിലാണ്.
നിങ്ങൾക്കൊരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ് നിന്റെ ഭാഗം ഏതാ വെച്ചാൽ, ഹസ്ബൻഡ് പറയാണ് നിന്റെ ഭാഗം ഏതാ വെച്ചാൽ തീരുമാനിച്ചോ. അന്നു മുതൽ അല്ല, വീടുണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന അന്നു മുതൽ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ ഇമാജിനേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളമുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടിയായപ്പോഴേ ഉണ്ടായിരുന്നത്. എന്താണ് ഇതാണ് പറഞ്ഞാട്ടെ, എന്നിട്ട് പറയാം എന്താ ഉണ്ടായിരുന്നത്? ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടിയായ സമയത്ത് ഉണ്ടായിരുന്നത് എന്താണ്? തമിഴ്നാടിന്റെ രാമേശ്വരം എന്ന് പറയുന്ന കുഗ്രാമത്തിലൂടെ പാടവരമ്പിലൂടെ നടന്നു പോകുന്ന 7 വയസ്സ് 8 വയസ്സുകാരനായ കുട്ടി ആകാശത്തിലേക്ക് പറക്കുന്ന പറവകളെ നോക്കിക്കൊണ്ട്, മീനിനെയും കൊത്തി ആകാശത്തിന്റെ മുകളിലേക്ക് പറക്കുന്ന പറവകളെയും നോക്കിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ പോലെ പക്ഷി, നിന്നെ പോലെ ഞാൻ നാളെ ഉയരങ്ങളിൽ പറക്കുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് എന്ത്? APJ അബ്ദുൽ കലാം. ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് വിമാനത്തിൽ പറഞ്ഞത് അയാളാണ്. അയാൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ സ്വപ്നം അതാണ്. ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നം, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. അത് നിങ്ങളെ ഉള്ളിലുണ്ടാക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര. ഹുസൈൻ ബോൾട്ട് തന്റെ ഓട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കോച്ച് അയാൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്താ കാണിച്ചു കൊടുക്കാൻ കാര്യം? സമ്മാനം നേടിക്കഴിഞ്ഞതിന്റെ രംഗം, അത് ആഘോഷിക്കുന്നതിന്റെ രംഗം അയാൾ കാണുമായിരുന്നു. ആ കാണുന്ന സമയത്ത് അയാൾ എന്താണോ കണ്ടത്, ആ കണ്ടതായിരുന്നു അന്ന് അവിടെ നടന്നിട്ടുണ്ടാവും. അയാളുടെ ഇന്നർ വേൾഡിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് അയാൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? നേടിക്കഴിഞ്ഞു. ഔട്ടർ വേൾഡിൽ അയാൾക്ക് നേടാൻ ഒരു പ്രയാസം ഉണ്ടല്ല. ബിക്കോസ് അയാൾക്ക് എന്ത് കിട്ടി? ഒരു ക്ലാരിറ്റി കിട്ടി. ആ ക്ലാരിറ്റിയിൽ നിന്ന് അയാൾ എന്തുണ്ടാക്കി? ഒരു ക്ലാരിറ്റി കിട്ടി. ആ ക്ലാരിറ്റിയിൽ നിന്ന് അയാൾക്ക് എന്തുണ്ടാക്കി? ഒരു മോട്ടിവേഷൻ കിട്ടി. ആ മോട്ടിവേഷനിൽ നിന്ന് അയാൾക്ക് ഒരു എനർജി കിട്ടി. ആ എനർജി അയാൾ എടുത്തു. കോൺഫിഡൻസ് ഉണ്ടാക്കി. എന്തിന്? സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ. ഇത് ഉണ്ടാവണം. ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. അതിന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് നിങ്ങൾ കാണണം, നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നിങ്ങൾ കാണണം, നിങ്ങൾ അത് കൊണ്ടുണ്ടാക്കുന്ന സന്തോഷം നിങ്ങൾ കാണണം, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാണണം. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത്, നിങ്ങളുടെ പ്രോബ്ലം എന്ത് സോൾവ് ആവണം എന്നാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചത്, ആ പ്രോബ്ലം സോൾവ് ആയതിന് ശേഷം ഉണ്ടാകുന്ന എഫക്റ്റ് നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. അതിന്റെ മുന്നിൽ പല തടസ്സങ്ങളും വരും, പല പ്രയാസങ്ങളും വരും, പല പ്രതിസന്ധികൾ വരും. അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ അപ്പോഴേ സാധിക്കുള്ളൂ. എന്താ കാരണം? ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഇതിന് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ഇതിന്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കതൊരു പ്രശ്നങ്ങൾ വരും, ഗ്യാരണ്ടി പ്രശ്നങ്ങൾ വരും. പക്ഷെ എന്താണ്? ഭയങ്കര പവർ. അത് നമുക്ക് നേരിടണം. ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ഇമാജിനേഷൻ ഉണ്ടാവുമ്പോൾ സാധനമാണ്. ഇമാജിനേഷൻ ഉണ്ടാകുമ്പോൾ സാധനമാണ്. എന്താണ് കാരണം? ഒരു വില്ലേജ് റോട്ടിലൂടെ പോകുന്ന ഒരാളെ വില്ലേജ് റോട്ടിലൂടെ അങ്ങനെ പോവാണ്, വില്ലേജ് റോട്ടിലൂടെ അങ്ങനെ ചെറിയ റോട്ടിലൂടെ പോവാണ്. അപ്പൊ നമുക്കറിയാം ഇത് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെന്നാൽ എന്തായാലും ഒരു നല്ല റോഡ് കിട്ടും. ആ നല്ല റോഡ് ഹൈവേ ആണ്. അത് ആ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് പോകാം. അത് കഴിഞ്ഞാൽ വലിയ ഹൈവേ ആണ്, എക്സ്പ്രസ് ഹൈവേ ആണ്. അതിൽ പോയാൽ പിന്നെ ഫുൾ ക്ലാരിറ്റി ആണ്. എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് പ്രയാസമില്ല. മുൻകൂട്ടി കണ്ണടച്ചാൽ നമ്മുടെ ഇമാജിനേഷനിൽ അത് ഉണ്ടായിരിക്കണം. ആ പിക്ചർ ഇതിപ്പോ ഉപയോഗിക്കുന്നത് ഇതേപോലൊരു പിക്ചർ നമുക്ക് ഇമാജിനേഷനിൽ മുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? പക്ഷേ അത് ചില സ്ഥലങ്ങളിൽ റോങ് ആയിപ്പോയി. എന്താ സംഭവിച്ചത്? കല്യാണം കൂടാൻ ചെല്ലുന്ന സമയത്ത് ചെറിയ കുട്ടിയായപ്പോൾ നമ്മൾ കണ്ടിരുന്നത് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന, അതിഗംഭീരമായിട്ട് ഭംഗിയോട് കൂടി ഇരിക്കുന്ന പുതുക്കപ്പെണ്ണിനെയാണ് നമ്മൾ കണ്ടത്. എനിക്കും അതുപോലെ ഇരിക്കണം, എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു കല്യാണം എനിക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ അന്ന് അറിയാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ട എക്സൈറ്റ്മെന്റ് ഇത് മാത്രമായിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ജീവിതം നമുക്ക് കാണാൻ അന്ന് സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം അന്ന് നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നു, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് അതുവരെ സംഭവിച്ചു. അവിടുന്ന് അങ്ങോട്ടുള്ള എന്ത് ചെയ്തു? മാറി. കാരണം അത് എത്തുന്നത് വരെയുള്ള സമയത്തിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തില്ല? അത് കഴിഞ്ഞിട്ട് പോകാനുള്ള യാത്രക്കുള്ള സാമഗ്രികൾ നമ്മളെ കയ്യിൽ നമ്മൾ ഒരുക്കിയില്ല. ഇതാണ് സത്യം. അപ്പൊ എന്തായി? അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പോയത് നമ്മൾ നേരെ ആദ്യത്തിൽ നമ്മൾ നേരെ നല്ല റോട്ടിൽ വന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ
വില്ലേജ് റൂട്ടിലേക്ക് ചാടി. എന്നാൽ നമ്മളെ ഭാണ്ഡത്തിൽ അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആവനായിൽ അതിനെ ചെറുത്ത് നിർത്താനോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നമ്മളുടെ ആവനായിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ അന്നും ഇന്നും എന്നും ഏതുവരെ, ഞാൻ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ വൈകിയോ? ഇല്ല, ഇപ്പോഴും ബിൽഡ് ചെയ്യാം, ഇപ്പോഴും ബിൽഡ് ചെയ്യാം. ഇനി ഈ കഴിവോടുന്ന സറക്കിട്ട ഇപ്പോഴും നിങ്ങളെ ഉള്ളിലുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ടാണ്, ആ ഇമാജിനേഷൻ സ്കിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഒരു ഡമ്മിയിൽ കാണുന്ന വസ്ത്രം, അതിന്റെ കളറ്, അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന എന്താണ്, മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ണടക്കാതെ തന്നെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇമാജിനേഷൻ സ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ആ ഇമാജിനേഷൻ സ്കില്ലാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൽ. ഇതെല്ലാവർക്കും ഉണ്ട്, പക്ഷെ ധാരാളമായിട്ടുണ്ട് എന്നുണ്ട്. ചെറിയ കുട്ടിയാവുമ്പോൾ മുതൽ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? യെസ്, നമ്മൾ കരുതി അതിൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയി. ഇല്ല 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 ഇല്ല. അതെന്താണ് ഇത്? അത് ചളി നിറഞ്ഞ് പോയി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കുഴിക്കുമ്പോൾ നമുക്ക് കാണാം, എന്താ കാണുന്നത്? ഇങ്ങനെ നമ്മൾ താഴേക്ക് കുഴിക്കുമ്പോൾ നമ്മൾ കാണണേ, ഇവിടെ കാണുന്നത് ഇമാജിനേഷൻ സ്കിൽ. ഇമാജിനേഷൻ സ്കിൽ അതിനുണ്ട്. യെസ് യെസ്. നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കഥ പറഞ്ഞേരി. ആരുടെ പറയാ? കഥ പറയും. എന്നാ ഞാൻ ഭക്ഷണം കഴിച്ചോളാം. എന്താ കാരണം? അതിങ്ങനെ പറയുമ്പോൾ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ നമ്മൾ അതിലൂടെ അങ്ങനെ സഞ്ചരിക്കണം. അങ്ങനെ നിങ്ങൾ പോയത് കൊണ്ടാണ്, അന്ന് നിങ്ങൾ അങ്ങനെ കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഇമാജിനേഷൻ സ്കില്ല് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ദ ഇന്റർവെൽ വേഗം വന്നുകൊണ്ട് ഇനി ഇങ്ങനെ ഓരോരുത്തർ ക്ലാസ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കയറി വരരുത്. ഫുൾ ആൾക്കാർ വേഗം സെറ്റ് ആയിക്കൊണ്ട് ചായക്കാരൻ പോകുന്ന എഴുതിയിട്ടാണ് ഞങ്ങളെ വിടുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിർത്താനുള്ള എൻ്റെ റേഞ്ച് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, യെസ്.